സൈബർ കുറ്റകൃത്യങ്ങൾ കൂടുതലാണോ കുറവാണോ? ഞാൻ എൻ്റെ ഒരു സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിൽ കൊണ്ടൊരു അവയർനെസ് പോസ്റ്റ് ചിലപ്പോൾ പോസ്റ്റർ ഇടാറുണ്ട്. അത് കിട്ടുന്ന റീച്ചെന്നതിൻ്റെ ഒരു 10 ഇരട്ടിയോ 100 ഇരട്ടിയോ ചിലപ്പം എൻ്റെ ഒരു പ്രൊഫൈൽ ഫോട്ടോ ഇട്ടാൽ കിട്ടും. ശരി, ഫോൺ നോക്കാൻ അറിയാവുന്ന പ്രായം കഴിഞ്ഞാൽ എല്ലാവരെയും ഫോണുണ്ട്. പലപ്പോഴും വീട്ടുകാരിത് എങ്ങനെ ശ്രദ്ധിക്കും? ഈ ഫോണിൽ എന്താ കണ്ടന്റ് നോക്കുന്നത്, എങ്ങനെയാണ്? ഞാനിത് ആരോടും കാണാതെ ഞാനൊരു വെബിൽ ബ്രൗസ് ചെയ്തിട്ട് ഞാൻ മാത്രം ഇരുന്ന് കാണുന്നു, ഡൗൺലോഡ് ചെയ്ത് കാണുന്നു, വേറെ ആരും അറിയുന്നുമില്ല. പക്ഷേ അതും ദാറ്റ് ഈസ് ഓൾസോ ആൻ ഒഫൻസ്. നമ്മളൊരു ഡ്യുവൽ പേഴ്സണാലിറ്റിയാണ് ഒരു ഇൻ്റർനെറ്റിൽ കയറിയാൽ. നോക്കിക്കഴിഞ്ഞാൽ നമ്മൾ പകൽ കാണുന്ന ഒരു നമ്മളോട് നേരെ സംസാരിച്ച ഒരാളായിരിക്കത്തില്ല ഇൻ്റർനെറ്റിൽ വന്നിട്ട് അയാളുടെ ഒരു പ്ലാറ്റ്ഫോമിൽ വരുമ്പോഴത്തേക്കും, ഒരു ചാറ്റ് റൂമിൽ വരുമ്പോഴത്തേക്കും, അപ്പോഴത്തേക്കും അയാളൊരു വേറൊരു ആളായിട്ട് മാറുകയാണ്. സർ, സാങ്കേതികവിദ്യ വളർന്നു, നമ്മുടെ ചുറ്റുമുള്ള ടെക്നോളജിക്ക് വല്ലാത്തൊരു ഗ്രോത്ത് ഉണ്ട്. എന്നാലും ഇപ്പോൾ ക്രൈമിനെ ട്രിഗർ ചെയ്യുന്ന എന്താണ്? കുറ്റകൃത്യങ്ങൾ പണ്ടും ഉള്ള ഒരു സ്റ്റൈലുണ്ട്, ഒരു പരമ്പരാഗതമായിട്ടുള്ള ഒരു കുറ്റകൃത്യങ്ങളുടെ സ്റ്റൈലുണ്ട്. അതേ കുറ്റകൃത്യങ്ങൾ തന്നെ ഇന്നിപ്പം ടെക്നോളജി ബേസ്ഡ് ആയെന്നുള്ളൊരു വ്യത്യാസം മാത്രമേ ഉള്ളൂ. നമ്മളുടെ കാലത്ത്, പഴയ കാലത്തുണ്ടായിരുന്ന പല കുറ്റകൃത്യങ്ങളും അതിനെ ഒരു സാങ്കേതികത്വത്തിലേക്ക് മാറി എന്നുള്ളതാണ് ഇപ്പോഴത്തെ നമുക്ക് പറയാൻ പറ്റുന്നത്. സാർ, വിജിലൻസ്, ഇൻ്റലിജൻസ് എന്നീ ഇവിടെ പ്രവർത്തിച്ചിട്ടുണ്ട്. കേരളത്തിനെ സംബന്ധിച്ച് സൈബർ കുറ്റകൃത്യങ്ങൾ കൂടുതലാണോ കുറവാണോ? കാരണം നമ്മൾ പലപ്പോഴും വാർത്ത കേൾക്കുമ്പോൾ ഈ പൈസ പോയി അങ്ങനത്തെ വാർത്തകൾ എല്ലാം നോർത്ത് ഇന്ത്യ എന്നുള്ള ഓപ്പറേഷൻസ് ആണെന്ന് പറയുന്നത്. പക്ഷേ കേരളത്തിൽ സൈബർ കുറ്റകൃത്യങ്ങൾ നടക്കുന്നുണ്ടോ? ഉണ്ട്, തീർച്ചയായിട്ടും. കേരളത്തിൽ സൈബർ കുറ്റകൃത്യങ്ങൾ ധാരാളമായിട്ട് റിപ്പോർട്ട് ചെയ്യപ്പെടുന്നുണ്ട്. അതാണ് പ്രധാനമായിട്ടുള്ളൊരു വിഷയം. സൈബർ കുറ്റകൃത്യങ്ങൾ മറ്റ് സംസ്ഥാനങ്ങളിൽ കുറവാണെന്നുള്ളതിൻ്റെ അർത്ഥം. പക്ഷേ കേരളത്തിൽ അതിൻ്റെ റിപ്പോർട്ടിംഗ് സ്ട്രക്ചർ കൂടുതലാണ്. കാരണം നമുക്ക് അതിനുള്ള മെക്കാനിസം ഉണ്ട്. എല്ലാ ജില്ലകളിലും, പോലീസ് ജില്ലകളിലും സൈബർ പോലീസ് സ്റ്റേഷനുകളുണ്ട്. അതുപോലെ തന്നെ ആളുകൾ കുറച്ചുകൂടെ ഡിജിറ്റലി ലിറ്ററസി ഉള്ളവരാണ്. സോ അപ്പം പെട്ടെന്ന് വിക്ടിമൈസ് ചെയ്താൽ പോലും തിരിച്ചറിയപ്പെടും. മറ്റു പലയിടത്തും അത്ര സൈബർ കുറ്റകൃത്യങ്ങൾ തിരിച്ചറിയുന്നുണ്ടാവുന്നില്ല. തിരിച്ചറിഞ്ഞാൽ തന്നെ അത് പോയാൽ പറഞ്ഞാൽ മനസ്സിലാവുന്ന ഒരു പോലീസ് സംവിധാനം ചിലപ്പോൾ ഉണ്ടായിട്ടുണ്ടാവുന്നില്ല. ഇപ്പം പലതും മാറ്റം വരുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് കേരളത്തിൽ റിപ്പോർട്ടിംഗ് കൂടുതലാണ്. കൂടുതൽ നമ്മുടെ ഇൻ്റർനെറ്റ് പെനിട്രേഷൻ കൂടുതലുള്ളൊരു സംസ്ഥാനമാണ് കേരളം. അതനുസരിച്ച് കേസുകളും കൂടുതലാണ്. നമുക്കൊരു പക്ഷേ ഈ ഡിജിറ്റൽ ലിറ്ററസി ഉള്ളത് കൊണ്ടാണോ ഈ പറഞ്ഞ പോലെ നമ്മളെല്ലാത്തിലും കൊണ്ടേ തലവെച്ച് കൊടുക്കുന്നത്? അല്ലെങ്കിൽ ഒരു മനുഷ്യൻ്റെ ഒരു ആർത്തിയാണ് ഈ തട്ടിപ്പുകളെല്ലാം ബേസിക്കലി അത് തന്നെയാണ്, പറയാതിരിക്കാൻ പറ്റില്ല. കാരണം നമ്മൾ ഇവിടുത്തെ ഏറ്റവും കൂടുതലായിട്ട് ഇപ്പോൾ സൈബർ ഫ്രോഡുകളാണ് നമ്മൾ ന്യൂസിൽ ഒക്കെ വാല്യുവേറ്റ് വരുന്നത്. കാരണം വെച്ചാൽ ക്രോർസ് ഓഫ് റുപ്പീസ് ഇങ്ങനെ ഡെയിലി പോയിക്കൊണ്ടിരിക്കുകയാണ്. അത് തീർച്ചയായിട്ടും നമ്മളുടെ മനുഷ്യൻ്റെ ഗ്രീഡിനെ ആണ് അവർ ശരിക്കും നോക്കുന്നത്. ഒരു കോമൺ സെൻസാണ്. ഈ നമ്മൾ തട്ടിപ്പുകാരൊന്നും അത്ര വലിയ റോക്കറ്റ് എഞ്ചിനീയറിംഗ് പഠിച്ചിട്ട് വന്നവരൊന്നും. സോ ദേ ആർ സിമ്പിളി യൂസിങ് നമ്മളുടെ ആ ഒരു ഏത് സാധനവും നമുക്കൊരു കോമൺ ടെൻഡൻസി ഉണ്ട്. ഒരു സാധനം ഒന്നിനോടൊന്ന് ഫ്രീ കൊടുത്താൽ ആദ്യത്തെ സാധനം വേണ്ടെങ്കിൽ നമ്മൾ രണ്ടാമത്തെ ഫ്രീ മേടിച്ചുകൊണ്ട് പോകും. അത് മനുഷ്യൻ്റെ ഒരു ടെൻഡൻസിയാണ്. അപ്പോൾ ആവശ്യമില്ലാത്തൊരു സാധനം മേടിച്ചുകൊണ്ട് പോവുകയാണ്. എന്ന് പറഞ്ഞ പോലെയാണ് സൗജന്യം എന്ത് കിട്ടും, പെട്ടെന്ന് ഇരട്ടിക്കും. ഒരു ചിന്തയില്ല നമുക്കിത്. പിന്നെ എപ്പോഴും നമ്മുടെ ഒരു ടെൻഡൻസി എന്താണെന്ന് വെച്ചാൽ ഇത് എനിക്ക് സംഭവിക്കത്തില്ല. നമ്മൾ ഈ വാർത്തയൊക്കെ വായിക്കുമ്പോൾ ഒരുപാട് തട്ടിപ്പൊക്കെ നടക്കുന്നത് ശരിയാണ്. പക്ഷേ ഞാനിതൊക്കെ നോക്കും, എനിക്ക് സംഭവിക്കുന്നത്. പക്ഷേ സംഭവിച്ചു കഴിയുമ്പോഴാണ് പലപ്പോഴും നമ്മൾ അറിയുന്നത്. അറിഞ്ഞുകൊണ്ട് തട്ടിപ്പ് നമുക്ക് മനസ്സിലാക്കാൻ സ്പീഡാണ്. പക്ഷേ അറിയാണ്ട ചില സാഹചര്യങ്ങളിൽ അതാണ് സോഷ്യൽ എഞ്ചിനീയറിങ്. അതായത് പ്രതികളുടെ ഒരു ഏറ്റവും വലിയൊരു സാഹചര്യം എന്ന് പറഞ്ഞാൽ സോഷ്യൽ എഞ്ചിനീയറിംഗ് ടെക്നിക്സ് ഉപയോഗിക്കുക, നമ്മളെ അറിയാതെ ഇതിലേക്ക് വീഴ്ത്തുക എന്നുള്ളത്. അപ്പോൾ അവർ നമ്മളെ വളരെ സൊഫിസ്റ്റിക്കേറ്റഡ് ആയിട്ടുള്ള വാക്കുകൾ, നമ്മളെ വിശ്വസനീയമായിട്ടുള്ള മെസ്സേജുകൾ, അപ്പോൾ അങ്ങനെ ഒരു പെട്ടെന്ന് നമ്മൾ ഉദാഹരണത്തിന് ഫോണിനകത്തേക്ക് വരുന്നു, നിങ്ങളുടെ KYC അപ്ഡേറ്റ് ചെയ്യാത്തതുകൊണ്ട് ബാങ്ക് അക്കൗണ്ട് ഇന്ന് കട്ട് ചെയ്യുന്നു, അല്ലെ നിങ്ങളുടെ ഫോൺ ഇന്ന് കട്ടാകുന്നു. സ്വാഭാവികമായിട്ടും പെട്ടെന്ന് ഒരു തിരക്കിലിരിക്കുന്നൊരു മനുഷ്യൻ അതിന് പെട്ടെന്ന് റെസ്പോണ്ട് ചെയ്യും. ആ ലിങ്ക് എനിക്കത് പെട്ടെന്ന് റെസ്പോൺസ് അവർ പറയുന്ന ലിങ്ക് ക്ലിക്ക് ചെയ്യുന്നു. അപ്പം നമ്മൾ സ്വാഭാവികമായിട്ടും അവരാണെന്ന് വിശ്വസിക്കുന്ന രീതിയിലുള്ള ഒരു മെസ്സേജാണ് വരുന്നത്. അപ്പോൾ അങ്ങനെ ഒരു സോഷ്യൽ എഞ്ചിനീയറിംഗ് ആണ് ഇത്തരത്തിൽ നമ്മളെ അറിയാതെ ഇരയാക്കുന്നതിൻ്റെ ഒരു ഘടകം എന്ന് പറയുന്നത്. ഈ ഡിജിറ്റൽ ലിറ്ററസി മാത്രമല്ല, അല്ലാതെയും ലിറ്ററേറ്റാണ് നമ്മൾ. ഈ പറയുന്ന അഴിമതിയുടെയും തട്ടിപ്പിൻ്റെയും ഈ ഡിജിറ്റൽ ഫ്രോഡിൻ്റെയും കഥകൾ നിരന്തരമായിട്ട് പത്രങ്ങളിൽ വന്നിട്ടുണ്ട്. എന്നാലും ഇതിനൊരു കുറവില്ല. അതെന്തുകൊണ്ടായിരിക്കും മലയാളികളുടെ സൈക്ക് അങ്ങനെ? നമ്മളുടെ നമ്പർ ഓഫ് പോപ്പുലേഷൻ്റെ ഒരു ഡെൻസിറ്റി കൂടെ നോക്കുക. നമ്മളിപ്പോൾ ചെറിയ സംസ്ഥാനമാണെങ്കിൽ പോലും നമ്മളുടെ പോപ്പുലേഷൻ അതനുസരിച്ച് ഡെൻസിറ്റി ഉണ്ട്. പിന്നെ ഞാൻ ആദ്യമേ സൂചിപ്പിച്ചുള്ള ഇൻ്റർനെറ്റ് പെനിട്രേഷൻ്റെ ഒരു എണ്ണം ബാക്കിയുള്ള സംസ്ഥാനത്തേക്കാൾ കൂടുതൽ ഗാഡ്ജറ്റ്സുകൾ ഉപയോഗിക്കുന്നതും ഇൻ്റർനെറ്റ് യൂസേജ്, സ്മാർട്ട് ഫോൺ യൂസേജ് അത്രയും കൊണ്ട് കൂടുതലാണ്. അപ്പോൾ അതിൽ തന്നെ നമുക്ക് എപ്പോഴും അറിയാം, നമ്മളൊരു അവയർനെസ് ക്യാമ്പയിന് വേണ്ടിയിട്ട് ഒരു പ്രോഗ്രാം ഇട്ട് കൊടുത്താൽ
അതിന് കിട്ടുന്ന റീച്ചും അതേസമയം മറ്റൊരു ഒരു റീലിട്ടാൽ വേറെ എന്തെങ്കിലും ഇട്ട് കഴിഞ്ഞാൽ കിട്ടുന്ന റീച്ചും വ്യത്യാസമുണ്ട്. അപ്പം ഒരേ സാധനം തന്നെ ഇട്ടാൽ, ഉദാഹരണത്തിന് തന്നെ ഞാൻ എൻ്റെ ഒരു സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിൽ കൊണ്ടൊരു അവയർനെസ് പോസ്റ്റ് ചിലപ്പോൾ പോസ്റ്റർ ഇടാറുണ്ട്. അത് കിട്ടുന്ന റീച്ച് എൻ്റെ ഒരു 10 ഇരട്ടിയോ 100 ഇരട്ടിയോ ചിലപ്പം എൻ്റെ ഒരു പ്രൊഫൈൽ ഫോട്ടോ ഇട്ടാൽ കിട്ടും. സോ വാട്ട് ഈസ് ദ ഡിഫറൻസ്? അപ്പോൾ ആരുകളും പലരും അതിലേക്കൊന്നും ആകൃഷ്ടരാകുന്നില്ല. ഇതൊന്നും എന്നെ ബാധിക്കുന്ന വിഷയമല്ലല്ലോ, ഈ തട്ടിപ്പൊക്കെ എനിക്ക് പ്രശ്നമല്ല എന്ന് വിചാരിക്കും. അപ്പോൾ നമ്മൾ പക്ഷേ അവയർനെസ് നമ്മൾ കുറച്ചുകൂടെ ഒരു എന്താ പറഞ്ഞാൽ ഒരു എഡ്യൂക്കേഷൻ സിസ്റ്റത്തിൻ്റെ ഭാഗമായിട്ട് നമ്മളൊരു സൈബർ, നമുക്ക് എത്തിക്സും സൈബർ ലിറ്ററസിയും, നമുക്ക് ഡിജിറ്റൽ ലിറ്ററസി ഉണ്ട്, ബട്ട് സൈബർ സെക്യൂരിറ്റിയെ സംബന്ധിച്ചിട്ടുള്ള ഒരു അവയർനെസ് നമുക്കില്ല. ആ അവയർനെസ് നമ്മൾ ഉണ്ടാക്കിയെടുക്കേണ്ടതാണ്. അത് വന്നെങ്കിൽ മാത്രമേ ഇത് നമുക്ക് കുറയൂ. ഈ ടെക്നോളജി വളർന്നപ്പോൾ ഈ ഹാർഡ് കോർ കുറ്റകൃത്യങ്ങൾ എത്രമാത്രം അതനുസരിച്ച് മാറിയിട്ടുണ്ട്? എല്ലാത്തരം കുറ്റകൃത്യങ്ങളും. ഇപ്പോൾ ഉദാഹരണത്തിന് നമ്മളൊരു ആക്സിഡൻറ്റ് കേസ് മുതൽ പറയാം. നമ്മൾ സാധാരണ ഒരു റോഡ് ആക്സിഡൻറ്റ് കേസ്, റോഡ് ആക്സിഡൻറ്റ് മുതൽ ഒരു മർഡർ വരെ, അല്ലെന്നുണ്ടെങ്കിൽ ഒരു ചീറ്റിംഗ് മുതൽ ഒരു റേപ്പ് കേസുകൾ വരെ, അതല്ലെന്നുണ്ടെങ്കിൽ ഇപ്പോൾ കൗണ്ടർ ഫീറ്റ് കറൻസി ആണെങ്കിലും ടെററിസം ആണെങ്കിലും എല്ലാത്തിനകത്തും ആ ഡിജിറ്റൽ ആസ്പെക്റ്റ് വന്നു കഴിഞ്ഞാൽ, ഇപ്പോൾ ഒരു വണ്ടി ഇടിക്കുക കഴിഞ്ഞാൽ ആക്സിഡൻറ്റിൽ ഡ്രൈവറുടെ മൊബൈൽ ലൊക്കേഷൻ, CCTV ക്യാമറ ലൊക്കേഷൻ, വണ്ടിയുടെ ഡാഷ് ക്യാമറ ഡീറ്റെയിൽസ്, ഇതെല്ലാം കൂടി ആയിട്ട് നമ്മളൊരു ഡിജിറ്റലി അത് മാറുവാണ്. സോ ഒരു മർഡർ കേസിന് നമുക്ക് ഏറ്റവും കൂടുതൽ അന്വേഷണം തുടങ്ങുമ്പോൾ തന്നെ നമ്മൾ ആദ്യമേ നോക്കുന്നത് ഇയാളുടെ സ്മാർട്ട് ഫോണിൽ ഇയാളുടെ ഫോണിനകത്തുള്ള മെസ്സേജസും ലൊക്കേഷനുകളും കോൾസും അതുപോലെ തന്നെ കാര്യങ്ങളാണ്. അപ്പോൾ പണ്ട് കൗണ്ടർ ഫീറ്റ് കറൻസി പണ്ടൊക്കെ സാധാരണ പ്രസ്സിലൊക്കെ അടിച്ചുകൊണ്ടിരുന്നവർ ഇന്നിപ്പം ഹൈ എൻഡ് സ്കാനറും അതുപോലെ തന്നെ മറ്റ് എന്താ പറയുക സോഫ്റ്റ്വെയറുകളൊക്കെ ഉപയോഗിച്ചുകൊണ്ട് അവർ വളരെ തിരിച്ചറിയാൻ പറ്റത്തില്ലാത്ത രീതിയിൽ ഡിസൈൻ ചെയ്ത് ഡിസൈനേഷനൊക്കെ ഉപയോഗിച്ചുകൊണ്ട് അവർ ടെക്നോളജിക്കലായിട്ട് മാറി. സോ എവരി വെയർ ഇറ്റ് ഈസ് ഇൻ യൂസ്. ഈവൻ ഇൻ ദ ടെററിസ്റ്റ് നമുക്ക് ഏറ്റവും വലിയ ത്രെട്ട് വരുന്നത് അതാണ്, സൈബർ ടെററിസം. അപ്പോൾ ആ മേഖലയിലും അവരിപ്പോൾ റിക്രൂട്ട് ചെയ്യുന്നത് IT നോളജ് ആയിട്ടുള്ള ഏറ്റവും ഹൈ എൻഡ് ആയിട്ട് മാക്സിമം അവരുടെ പൊട്ടൻഷ്യൽ യൂസ് ചെയ്യാവുന്ന ആളുകളെയാണ് യൂസ് ചെയ്യുന്നത്. ശരി, കോർപ്പറേറ്റ് റിക്രൂട്ട്മെൻ്റ് ആണ്. ശരി, പലപ്പോഴും നമ്മൾ ഓപ്പൺലി ചർച്ച ചെയ്യാത്തൊരു വിഷയമാണ് ചൈൽഡ് പോർണോഗ്രഫി. അതിൻ്റെ വ്യാപ്തി ഇന്ത്യയിലായാലും കേരളത്തിലായാലും എത്രമാത്രം ഗുരുതരമാണ്? ആദ്യമേ ഞാൻ പറയട്ടെ, നമുക്ക് ഈ വാക്ക് നമ്മൾ ഇൻ്റർനാഷണലി ഇപ്പം നമ്മൾ ഉപയോഗിക്കാൻ പാടില്ല എന്നുള്ളതാണ്. CP എന്നുള്ള വാക്ക് നമ്മൾ പൊതുവേ നമ്മൾ ഒഴിവാക്കുകയാണ്. അതിന് പകരം നമ്മൾ യൂസ് ചെയ്യുന്നത് CSAM എന്ന് പറയുന്നത്, അത് ചൈൽഡ് സെക്ഷലി അബ്യൂസീവ് മെറ്റീരിയൽ. ഒന്നെങ്കിൽ ചൈൽഡ് സെക്ഷൽ അബ്യൂസീവ് മെറ്റീരിയൽ എന്ന് പറയാം, അല്ലെന്നുണ്ടെങ്കിൽ ചൈൽഡ് സെക്ഷൽ എക്സ്പ്ലോയിറ്റഡ് മെറ്റീരിയൽ എന്ന് പറയും. സോ എന്താണെന്ന് വെച്ചാൽ മറ്റേ നമ്മൾ പറയുമ്പോഴത്തേക്കും പോർണോഗ്രഫിയുടെ ഇത് വരുമ്പോഴത്തേക്കും, പോൺ എന്ന് പറയുമ്പോഴത്തേക്കും നമ്മളൊരു അതിനെക്കുറിച്ചുകൂടി ലഘൂകരിക്കുകയാണ്, ഒരു ചിത്രീകരണം പോലെയാണ്. അപ്പോൾ അവിടെ ഒരു സമ്മതത്തോടു കൂടി നടക്കുന്ന ഒരു ചിത്രീകരണത്തിനെ പോലെയാണ്. മഡൽ പോൺ എപ്പോഴും ഒരു റൂമിലൊക്കെ നടക്കുന്ന പോലെ ചിത്രീകരണമായിരിക്കും. അപ്പോൾ കുട്ടികൾക്ക് ഒരിക്കലും കൺസെൻറ്റ് കൊടുക്കാൻ പറ്റും. സോ കുട്ടികളുടെ ഇത് നമ്മളിപ്പോൾ അത് ഒരു പുതിയ കൺസെപ്റ്റിൽ ഇപ്പോൾ ഇൻ്റർനാഷണലി എല്ലാ സ്ഥലങ്ങളിലും ഒരു ഇതിൻ്റെ ഒരു മോഡ് നടക്കുന്നുണ്ട്. അപ്പം സോ യൂസിങ് ദ വേർഡ്, ഇപ്പം നമ്മൾ ഗൂഗിളിലൊക്കെ ഒന്ന് സെർച്ച് ചെയ്താൽ തന്നെ നിങ്ങളൊരു കണ്ടൻറ്റ് ഇതിപ്പോൾ ഇങ്ങനൊരു വാക്ക് ഉപയോഗിച്ചൊരു മെയിൽ അയക്കാൻ നോക്കിയാൽ മെയിൽ പോകത്തില്ല. സോ അവരിപ്പം ബ്ലോക്ക് ചെയ്യും. ചൈൽഡ് പോർണോഗ്രഫി എന്ന് ഉപയോഗിച്ചാൽ, ചൈൽഡ് പോർണോഗ്രഫി എന്നുള്ള വാക്ക്. പക്ഷേ ചൈൽഡ് സെക്ഷൽ എക്സ്പ്ലോയിറ്റേഷൻ മെറ്റീരിയൽ ഓക്കെയാണ്. അപ്പം നമ്മൾ അങ്ങനെ CSAM മെറ്റീരിയൽസ് എന്ന് പറയും. ഇപ്പം CSAM ചൈൽഡ് സെക്ഷൽ അബ്യൂസീവ് മെറ്റീരിയൽ ഓർ ചൈൽഡ് സെക്ഷൽ എക്സ്പ്ലോയിറ്റീവ് മെറ്റീരിയൽ. ഇതിൻ്റെ ഒരു വ്യാപ്തി ഇപ്പം നമുക്കിപ്പം പറഞ്ഞു കഴിഞ്ഞാൽ CSAM ഓർ CSAM മെറ്റീരിയൽസിൻ്റെ ഉപഭോഗം അല്ലെങ്കിൽ അതിൻ്റെ വിതരണം, അതുപോലെ തന്നെ അതിൻ്റെ കാഴ്ചക്കാരുടെ എണ്ണം എന്ന് പറയുന്നത് കേരളത്തിനെ സംബന്ധിച്ചിടത്തോളം നമുക്കിപ്പോൾ അതിനൊരു കണക്ക് കഴിഞ്ഞ കുറേ നാളുകളായിട്ട് കിട്ടുന്നുണ്ട്. കാരണം കൃത്യമായിട്ട് ഇതിനൊരു ഓപ്പറേഷൻ നടത്തുന്ന ഒരു സംസ്ഥാനം കേരളമാണ് ഇന്ത്യയിൽ. അപ്പം നമ്മൾ പലപ്പോഴും കേട്ടിട്ടുണ്ടാകും P-HUNT ഓപ്പറേഷൻസ്. അതെ. അപ്പോൾ അത് 2017 മുതലും ഒക്കെ ഏകദേശം തുടങ്ങി. പിന്നീട് ഇങ്ങനെ 2020 ഒക്കെ ശേഷം ഒരു വർഷം 2-3 പ്രാവശ്യമായിട്ട് ഒരു നിരവധി ലൊക്കേഷനുകളിൽ ഒരുമിച്ച് റെയ്ഡ് നടത്തുകയും അതനുസരിച്ച് കണ്ടൻറ്റുകളുള്ള ഡിവൈസുകളും ഗാഡ്ജറ്റ്സുകളും സീസ് ചെയ്തിട്ടുണ്ട്, അറസ്റ്റ് നടത്തിയിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ നോക്കിക്കഴിഞ്ഞ് കാണുന്നുണ്ടെങ്കിൽ ഒരു സ്ട്രക്ചേർഡായിട്ട് നമ്മളൊരു ഇതിനെതിരെ ഒരു ഓപ്പറേഷൻ നടക്കുന്ന ഒരു സംസ്ഥാനം കേരളം. അപ്പം നമ്മൾ വിചാരിക്കും കേരളം പോലൊരു സംസ്ഥാനത്ത് ഇങ്ങനെ ഒരു കാര്യം നടക്കുമോ എന്നൊക്കെയുള്ളൂ. പക്ഷേ ഉണ്ട്, ഇപ്പോഴും നടക്കുന്നുണ്ട് എന്നുള്ളത് വസ്തുതയാണ്. പലപ്പോഴും നമ്മൾ ഇതിൻ്റെ ഭാഗമായിട്ട് നടത്തിയ ഒരു കേസ് സ്റ്റഡീസ് അല്ലെങ്കിൽ അതിൻ്റെ ഒരു റെഫറൻസ് സ്റ്റഡീസ് നടത്തിയത് ഭയങ്കര എലീറ്റായിട്ടുള്ള ക്ലാസ്സിൻ്റെ അടുത്ത് നിന്നാണ്. പലപ്പോഴും ഇത് മറ്റു ഇടത്തുനിന്നില്ലെന്നല്ല, ഇത് പലപ്പോഴും അക്യൂസ്ഡ് ആൾക്കാർ, എലീറ്റ് ക്ലാസ്സിൽപ്പെട്ട കുറേ ആൾക്കാരാണ്. എന്തുകൊണ്ടായിരിക്കും അങ്ങനെ ഒരു വരുന്നത്? അത് 2 തരത്തിലാണ്. അങ്ങനെ മറ്റവരില്ല എന്നില്ല, പക്ഷേ പലപ്പോഴും നമുക്ക് പ്രൊജക്റ്റായിട്ട് പലത്തിൻ്റെ ന്യൂസ് വാല്യൂ വരുമ്പോഴും എപ്പോഴും നമ്മളൊരു പ്രതിയുടെ ഒരു വാർത്ത വരുമ്പം അത് ഒരു അയാളുടെ പ്രൊഫൈൽ വെച്ചിട്ടായിരിക്കും പലപ്പോഴും ഒരു മീഡിയ കവറേജ് വരുന്നത്.
അത് വാസ്തവമാണ്. പലപ്പോഴും നമ്മൾ പ്രൊഫഷണൽസിനെ ഇത്തരം കാര്യങ്ങളിൽ പിടിക്കപ്പെടുകയോ അല്ലെന്നുണ്ടെങ്കിൽ അവരുടെ കയ്യിൽ നിന്ന് ഇത്തരം സാധനങ്ങൾ കണ്ടെത്തുകയോ ചെയ്യുന്നു. അതിന് 2-3 വിഷയങ്ങളുണ്ട് അതിനകത്ത്. ഒന്ന്, ഇവരുടെ ആ ഒരു സംവിധാനം പ്രൊഫഷണൽ ജോലിയുടെ ഭാഗമോ അല്ലെങ്കിൽ അവരുടെ പൊസിഷനോ ആയിട്ടോ വെച്ചിട്ട് അവർക്ക് കുറച്ചുകൂടെ കവേർഡായിട്ട് ഇത്തരം കാര്യങ്ങൾ ചെയ്യാൻ പറ്റും. പിന്നെ ഇത്തരം ഗാഡ്ജറ്റ്സുകളുടെ അവൈലബിലിറ്റി, ഒപ്പം ടെക്നോളജി പലപ്പോഴും ഇതിനകത്ത് എന്താണെന്ന് വെച്ചാൽ കുറച്ച് ടെക്നിക്കലി ആയിരിക്കും. കാരണം ഓപ്പണായിട്ട് ഇപ്പോൾ നമ്മളൊരു ഗൂഗിൾ സെർച്ച് പോയാലോ അല്ലെങ്കിൽ നോർമൽ കിട്ടുന്നൊരു കണ്ടൻറ്റ് ആയിരിക്കത്തില്ല. പിന്നെ ഇതിൻ്റെ വിതരണക്കാരൊക്കെ എന്ന് പറഞ്ഞാൽ പല പ്രത്യേക പ്ലാറ്റ്ഫോമുകൾ വഴിയോ പ്രത്യേക സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിലൊക്കെ ആയിരിക്കും കൊടുക്കുന്നത്. അപ്പോൾ VPN പോലെയുള്ളതോ അല്ലെങ്കിൽ അങ്ങനെയുള്ള P2P പിയർ ടു പിയർ സംവിധാനത്തിൽ കൂടിയൊക്കെ ആയിരിക്കും പലപ്പോഴും ഇതിൻ്റെ ഷെയറിങ്ങും. അപ്പോൾ അങ്ങനെ വരുമ്പോൾ കുറച്ച് ടെക്നോളജി ഉപയോഗിക്കേണ്ടി വരും, കുറച്ചുകൂടി അഡ്വാൻസ്ഡ് ഗാഡ്ജറ്റ്സുകൾ ഉപയോഗിക്കേണ്ടി വരും, കുറച്ച് പേയ്മെൻറ്റ്, കാരണം ഇതിനകത്തൊക്കെ പലതും പെയ്ഡ് സർവീസുകളായിരിക്കും. അപ്പോൾ ആ പെയ്ഡ് സർവീസുകൾക്കൊക്കെയാണ് റെഗുലറായിട്ട് കിട്ടുന്നത്. അപ്പോൾ അങ്ങനെയൊക്കെ ഉള്ളതുകൊണ്ടാണ് അത്തരം ആളുകൾ കിട്ടുന്നത്. പിന്നെ ഇതിനിടയിൽ കുറേ ഈ എന്താ പറയുക ചൈൽഡിന് പ്രൊട്ടക്റ്റിംഗ് ആളുകളും വരുന്നുണ്ട്. മീൻസ് അവർ ഈ സിറ്റുവേഷനെ ദുരുപയോഗം ചെയ്തുകൊണ്ട് അവരുടെ കെയർടേക്കർമാരും അങ്ങനെയൊക്കെ വരുന്നതുണ്ടല്ലോ. അപ്പോൾ അങ്ങനത്തെ ഒരു ഇഷ്യൂസും ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് പിന്നെ ഏറ്റവും കൂടുതൽ നമ്മൾ ശ്രദ്ധയിൽ വരുന്നത് എപ്പോഴും ഇവരുടെ ഒരു ഭാഗമായിരിക്കും. എന്തുകൊണ്ടാണ് ഇത്തരം പ്ലാറ്റ്ഫോമുകൾ നമുക്ക് ഒന്നും ചെയ്യാൻ സാധിക്കാത്തത്? പ്ലാറ്റ്ഫോമുകളെ ഒന്നും ചെയ്യാൻ സാധിക്കുമെന്ന് വെച്ചാൽ ഇൻ്റർനെറ്റിൻ്റെ ഒരു ലോകം നമുക്കറിയാമല്ലോ, വ്യാപ്തി നമുക്കറിയാം. കാരണം ഇതൊരു നമ്മുടെ ഒരു രാജ്യത്ത് മാത്രമായിട്ട് നിയന്ത്രിക്കാൻ പറ്റുന്ന കാര്യം, ഇൻ്റർനാഷണലി ഇതിൻ്റെ ഒരു കൺട്രോളിങ്ങാണ്. മാത്രമല്ല ഓരോ രാജ്യത്തിനും ഓരോ നിയമങ്ങളാണ് ഇൻ്റർനെറ്റിന് തന്നെ. അപ്പം നമുക്ക് ഒരു സംവിധാനത്തിൽ ഒന്നിച്ച് ഇവിടെ നമുക്കൊരു പ്ലാറ്റ്ഫോം നിരോധിച്ച് കഴിഞ്ഞാൽ മറ്റിടത്ത് ആ പ്ലാറ്റ്ഫോം ടോട്ടലി നമുക്ക് നിരോധിക്കാനായിട്ടുള്ള ബുദ്ധിമുട്ടുണ്ടാവും. അപ്പോൾ ഈ കണ്ടൻറ്റ് ഓറിയൻറ്റഡ് ആയിട്ട്, പക്ഷേ ഇപ്പം അതിന് ചെയ്യാൻ പറ്റുന്നത് നമുക്ക് ഇത്തരം കണ്ടൻറ്റുകൾ ഇപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് പല ഇൻ്റർനാഷണൽ കൺവെൻഷൻ്റെ ഭാഗമായിട്ടും ഒക്കെ തന്നെ ഈ വലിയ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളും ഒക്കെ ആയിട്ട് ഇൻ്റർനാഷണൽ ഏജൻസികൾ, ഇൻ്റർപോൾ, അതുപോലെ തന്നെ NCMEC എന്ന് പറഞ്ഞ നാഷണൽ സെൻറ്റർ ഫോർ എക്സ്പ്ലോയിറ്റഡ് ആൻഡ് മിസ്സിംഗ് ചിൽഡ്രൻ, അതുപോലെ ഇൻ്റർനാഷണൽ സെൻറ്റർ ഫോർ മിസ്സിംഗ് ആൻഡ് എക്സ്പ്ലോയിറ്റഡ് ചിൽഡ്രൻ, അങ്ങനെ കുറേ ഇൻ്റർനാഷണൽ യൂറോപോൾ, കുറേ ഏജൻസികളൊക്കെ തന്നെ ഇതിൻ്റെ ഭാഗമായിട്ട് പ്രവർത്തിച്ചുകൊണ്ട് ഈ ഇത്തരം സോഷ്യൽ മീഡിയ ജയൻസുകളിൽ നിന്നും ഇത്തരം കണ്ടൻറ്റുകൾ റിപ്പോർട്ട് ചെയ്യണം ഒരു എഗ്രിമെൻ്റ് ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ അവർ ഇതിൽ റെഗുലറായിട്ടുള്ള കണ്ടൻറ്റുകൾ അതിനെ സംബന്ധിച്ചിട്ടുള്ള അപ്ഡേറ്റുകൾ കൊടുക്കുന്നുണ്ട്. അതിൻ്റെ ഭാഗമായിട്ട് അവർ കൺട്രി വൈസ് ആയിട്ട് ഷെയർ ചെയ്യുന്നുണ്ട്. പക്ഷേ ഇത് നിരോധനം, നമുക്ക് ടെക്നോളജിയുടെ ഒരു പ്രശ്നം, നമുക്ക് സ്റ്റോപ്പ് എന്ന് പറയുന്നത് നിരോധനം അത്ര പ്രായോഗികമല്ല എന്നുള്ളതൊരു വസ്തുതയാണ് അതിനകത്ത്. നമുക്ക് ടെക്നോളജിയിൽ നിന്ന് പുറകോട്ട് പോകാൻ പറ്റില്ല. ഇൻ്റർനെറ്റ് വേണ്ട എന്ന് വെക്കാൻ പറ്റില്ല. അപ്പോൾ നമ്മുടെ ഒരു സംവിധാനത്തിൽ ഇപ്പം നമുക്ക് ഇന്ത്യയിൽ ഇനിയിപ്പോൾ വേണ്ട, ഇതെല്ലാം ഉള്ളതുകൊണ്ട് ഇൻ്റർനെറ്റ് വേണ്ട എന്ന് പറയാം, അല്ല കുട്ടികൾക്ക് ഇത് കൊടുക്കണ്ട എന്ന് പറയാം. പക്ഷേ അതൊന്നും നമുക്ക് ഇപ്പോഴത്തെ കാലത്ത് ഇനി പറ്റുന്നില്ല. നമ്മൾ ടെക്നോളജി ഉപയോഗിച്ചു, പക്ഷേ അതിൽ അവയർനെസ്, അതുപോലെ തന്നെ കൺട്രോൾ മെക്കാനിസം, റിപ്പോർട്ടിംഗ് മെക്കാനിസം, അപ്പോൾ അങ്ങനെ വരുമ്പോഴത്തേക്കും നമ്മൾ ഒന്ന് ഇതിങ്ങനെ കണ്ടുപിടിക്കണമെന്നുള്ളതിൻ്റെ ഒരു സംവിധാനം പോലീസിനും അതുപോലെ തന്നെ മറ്റ് ഏജൻസികൾക്കും കൊടുക്കുക. ഇത്തരത്തിൽ കുറ്റക്കാരെ കണ്ടെത്തി ശിക്ഷിക്കപ്പെടുത്തു തുടങ്ങിക്കഴിഞ്ഞാൽ ഇത് വിതരണക്കാരെ പിടിക്കപ്പെടും, കാണുന്നവരെ പിടിക്കപ്പെടും. കാരണം ഇന്ത്യയിൽ ഏക നിയമമാണത്. നമ്മുടെ ഇത് ഇങ്ങനെ ഒരു കണ്ടൻറ്റ് കണ്ടാൽ ശിക്ഷിക്കപ്പെടാൻ പറ്റുന്ന വേറൊരു നിയമവും ഇല്ല. നമുക്കിപ്പം ഒരു സിനിമ കാണുന്നത് കൊണ്ടോ അല്ലെങ്കിൽ മറ്റെന്ത് കാര്യങ്ങളും വായിച്ചത് കൊണ്ടോ കാണുന്നത് കൊണ്ടോ മറ്റും നമ്മളെ അറസ്റ്റ് ചെയ്യാനായിട്ടൊരു നിയമമില്ല. ബട്ട് IT ആക്ടിൻ്റെ 67B പ്രകാരം നമുക്ക് ഇത്തരത്തിലുള്ള സീസം മെറ്റീരിയൽസ് വെറുതെ കൈവശം വെച്ചിരുന്നാൽ അത് നമുക്ക് 5 വർഷം വരെ ശിക്ഷ കിട്ടാവുന്ന ഒഫൻസാണ്. അത് ഒരാൾക്ക് ഞാൻ വെറുതെ 1-to-1 ആയിട്ട് ഷെയർ ചെയ്താൽ അതും അതിനകത്ത് വരുന്ന കാര്യമാണ്. അപ്പോൾ ഞാനിത് ആരോടും കാണാതെ ഞാനൊരു വെബിൽ ബ്രൗസ് ചെയ്തിട്ട് ഞാൻ മാത്രം ഇരുന്ന് കാണുന്നു, ഡൗൺലോഡ് ചെയ്ത് കാണുന്നു, വേറെ ആരും അറിയുന്നുമില്ല. പക്ഷേ അതും ദാറ്റ് ഈസ് ഓൾസോ ആൻ ഒഫൻസ്. അപ്പോൾ അങ്ങനെ നമ്മളൊരാരും കാണാതെ കണ്ടാൽ പോലും, കൈവശം സൂക്ഷിച്ചാൽ പോലും, മറ്റൊരാൾക്ക് ഷെയർ ചെയ്താലോ ഇത്തരം കാര്യങ്ങൾ ടെക്സ്റ്റിലോ ഒരു ഓഡിയോ ആയിട്ടോ മറ്റേ ആനിമേഷനായിട്ടോ ക്രിയേറ്റ് ചെയ്താലോ എവറിത്തിങ് ഈസ് അമൗണ്ട് ടു ഒഫൻസാണ്. അത് ഇൻ്റർനാഷണലി ഇത്തരം കണ്ടൻറ്റുകൾ, കാരണം ബാക്കിയുള്ള പലയിടത്തും ഇപ്പോൾ അഡൾട്ട് പോർണോഗ്രഫി എന്ന് പറയുന്നത് പലപ്പോഴും പല രാജ്യങ്ങളിലും നിയമവിധ അലൗഡാണ്. പക്ഷേ നമുക്ക് അത് ഷെയർ ചെയ്യാം. അപ്പം അതേസമയം ഈ സാധനം സീസം മെറ്റീരിയൽസിൻ്റെ ഒരു ഡിസ്ട്രിബ്യൂഷൻ, വ്യൂയിങ്ങും എല്ലാം തന്നെ അത് ഒരു രാജ്യവും തന്നെ അക്സെപ്റ്റ് ചെയ്തിട്ടില്ല. എല്ലായിടത്തും അതിനൊരു ഒരേ രീതിയിലുള്ള ഒരു ഒഫൻസ്. വലിയ കാരണമെന്ന് വെച്ചാൽ കുട്ടികളുടെ പ്രൊട്ടക്ഷനെ അത്ര ഗൗരവത്തോടു കൂടി തന്നെയാണ് ആളുകൾ കാണുന്നു എന്നുള്ളതാണ്. പ്രിഡേറ്റേഴ്സിന് ഈ കുട്ടികളിലേക്ക് എത്താനുള്ള വഴി സോഷ്യൽ മീഡിയ ആണോ, അല്ലെങ്കിൽ ഗെയിമിംഗ് പ്ലാറ്റ്ഫോമാണോ, അല്ലെങ്കിൽ അവർ നേരിട്ടുള്ള സംഭാഷണങ്ങളോ? എല്ലാം വരുന്നുണ്ട് ഇതിനകത്ത്. പക്ഷേ ഇപ്പോഴത്തെ ഒരു ട്രെൻഡിൽ ഏറ്റവും കൂടുതൽ കാണുന്നത് സോഷ്യൽ മീഡിയ തന്നെയാണ്. കാരണം ഏറ്റവും കൂടുതൽ പെട്ടെന്ന് ആളുകളുടെ നമ്പർ, ഇപ്പം നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ യൂസേജ്, ആളുകളുടെ നമ്പർ ഓഫ് യൂസേജ് നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ എപ്പോഴും ഏറ്റവും കൂടുതൽ ആളുകൾ സോഷ്യൽ മീഡിയയിലാണ് കൂടുതൽ വരുന്നത്. പ്രത്യേകിച്ചും കുട്ടികളൊക്കെ സ്റ്റാർട്ടിങ് മുതൽ തന്നെ അവർക്ക് പല മീഡിയാസും സോഷ്യൽ മീഡിയകളിലേക്കാണ് അവർ അട്രാക്റ്റീവ് ആയിട്ടുള്ളത്. അപ്പോൾ സോഷ്യൽ മീഡിയയാണ് പെട്ടെന്ന് ഇവരെ അട്രാക്റ്റ് ചെയ്യാവുന്ന ഒരു പോയിൻറ്റ്. ഗെയിമൊക്കെ എന്ന് പറയുന്നത് ഗെയിമിംഗ് ഒരു മറ്റൊരു മേഖലയാണ്, തീർച്ചയായിട്ടും അവിടെയും ഉണ്ട്.
പക്ഷേ അവിടെ കുറച്ചുകൂടെ അവർ ഇതിനെ ഓറിയൻറ്റഡ് ആയിരിക്കും. അപ്പോൾ അവർ കുറച്ച് ടൈം എടുക്കേണ്ടി വരും, കാരണം ഇവരെ ഇതിനകത്തേക്ക്, കാരണം ഗെയിമിനകത്തുനിന്ന് അവരുടെ ശ്രദ്ധ തിരിച്ചു വേണം ഇതിലേക്ക് കൊണ്ടുവരാനായിട്ട്. സോഷ്യൽ മീഡിയയിൽ കുറച്ചുകൂടി എളുപ്പമാണ്, അവരുടെ ഒരു ഇഷ്ടം അനുസരിച്ച് കൊണ്ടുവന്നിട്ട് ഇതിലേക്ക് കൊണ്ടുവരാൻ പറ്റും. പിന്നെ ഫിസിക്കൽ, നേരത്തെ പറഞ്ഞതുപോലെ ഉള്ള കൺട്രോളിലും അവിടെയാണ് പലപ്പോഴും ഈ ഇതിൻ്റെയൊക്കെ പ്രൊഡക്ഷനുകൾ നടക്കുന്നത്. ഈ ആ ലെവലിൽ എന്ന് പറഞ്ഞാൽ അവരുടെ ചൂഷണം ചെയ്യും, സീസാം കണ്ടന്റിൻ്റെ, കാരണം ഇതിൻ്റെ ഒരു പ്രൊഡക്ഷൻ ലെവലിലേക്ക് പോകുമ്പോൾ ഈ വിക്ടിമിനെയൊക്കെ വരുന്നത് അത് പലർത്തും അവിടെ അവരുടെ എന്താ പറയുന്നത് ഒരു ചൂഷണം തന്നെയാണ് വരുന്നത്, അതിൻ്റെ എക്സ്പ്ലോയിറ്റേഷൻ തന്നെ. കാരണം ഇപ്പോൾ നമുക്ക് കുട്ടികൾക്കായാലും ഫോൺ, എല്ലാ കുട്ടികൾക്കും ഒരു ഫോൺ നോക്കാൻ അറിയാവുന്ന പ്രായം കഴിഞ്ഞാൽ എല്ലാവരുടെയും ഫോണുണ്ട്. പലപ്പോഴും എല്ലപ്പോഴും പോയി നോക്കാനും പറ്റില്ല വീട്ടുകാർക്ക്. അപ്പോൾ വീട്ടുകാരിത് എങ്ങനെ ശ്രദ്ധിക്കും? ഈ ഫോണിൽ എന്താ കണ്ടന്റ് നോക്കുന്നത്, എങ്ങനെയാണ്? നമ്മളതിനൊരു സംസ്കാരം ഉണ്ടാക്കിയെടുക്കുക വേണ്ട. ഇപ്പം നമുക്കുള്ള പ്രശ്നം എന്താണെന്ന് വെച്ചാൽ, നമ്മുടെ നാട്ടിൽ നമുക്കൊരു ഡിജിറ്റലി ഇപ്പം നമ്മൾ ലിറ്ററസി എന്നൊക്കെ പറഞ്ഞാൽ പോലും എങ്ങനെ ഇൻ്റർനെറ്റ് ഉപയോഗിക്കണം, എങ്ങനെയാണൊരു മൊബൈൽ ഫോൺ അല്ലെങ്കിൽ അത്തരം കാര്യങ്ങൾ ഉപയോഗിക്കേണ്ടത് എന്നതിനെ സംബന്ധിച്ച് നമുക്കൊരു ഒരിടത്തുനിന്നും ഒരു പഠനം കിട്ടുന്നില്ല, അല്ലെങ്കിൽ ആർക്കും കിട്ടുന്നില്ല. അപ്പോൾ ഇപ്പോഴത്തെ ഒരു 2 ജനറേഷനെ നോക്കിക്കഴിഞ്ഞാൽ, ഇപ്പോൾ ജെൻസിയെ വിട്ട് കളഞ്ഞാൽ ഓൾഡ് ജനറേഷനൊക്കെ എപ്പോഴും നമ്മൾ ട്രാൻസിഷൻ ആളുകളാണ്. അതായത് ഇങ്ങനെ ഒരു മീഡിയം ഇല്ലാതെ ടെക്നോളജിയിലേക്ക് വന്നു കയറിയവരാണ്. അപ്പോൾ ടെക്നോളജി ഇല്ലാത്ത കാലത്ത് വന്ന്, മൊബൈൽ ഇല്ലാത്ത കാലത്ത് ശേഷം ടെക്നോളജി കണ്ടുവന്നു. മറ്റേത് ഒരു ജനറേഷൻ എന്ന് പറഞ്ഞാൽ അവർ ജനിച്ചപ്പം തന്നെ ടെക്നോളജി കണ്ടുവരുന്നവരാണ്. അപ്പോൾ അവർ കുറച്ചുകൂടെ അഡാപ്റ്റീവ്, അവർ അതിനോട് ചേർന്ന് പോകും. മറ്റേതെന്ന് പറയുമ്പോൾ നമ്മൾ കാണുന്ന ഒരു കാഴ്ചപ്പാടിലായിരിക്കത്തില്ല അവരതിനെ കാണുന്നത്. അപ്പോൾ നമ്മൾ പോയിട്ട് ഇത് കാണരുത് എന്ന് പറഞ്ഞ് ബാർ വെച്ച് കഴിഞ്ഞാൽ, നമുക്ക് എവിടെയും ഒരു ബാർ വെക്കുക എന്ന് പറഞ്ഞാൽ അപ്പോഴും ക്യൂരിയോസിറ്റിയാണ്. ഇപ്പം ഉദാഹരണത്തിന് ഞാനിവിടെ ഒരു കാര്യം, ജസ്റ്റ് ഒരു കട്ടൻ വെച്ച് മറച്ചു, അപ്പോൾ ആദ്യം വരുന്ന ആളുകൾ അതിനപ്പുറത്ത് എന്താണെന്ന് നോക്കും. അതേസമയം കട്ടൻ ഇല്ലെങ്കിൽ അതിൽ വരുന്നൊരു നേരെ നടന്നു പോകും. സോ അങ്ങനെ ഒരു ഇതാണ്. അപ്പം നമുക്കൊരു ഇതിനും ഒരു മറ കൊണ്ടുവരുമ്പോഴത്തേക്കും അതിനെ പിടിച്ച്, അപ്പം നമുക്ക് അതിന് പകരം ഇതിനൊരു അവരെ നമ്മൾ എന്താണ് നല്ലത്, ഇപ്പോൾ നമ്മൾ കുട്ടികളെ പഠിപ്പിക്കുമ്പോൾ ഗുഡ് ടച്ച് ബാഡ് ടച്ച് എന്താണെന്ന് പഠിപ്പിക്കണം എന്ന് പറയാറുണ്ട്. അപ്പോൾ അതേപോലെ തന്നെ എങ്ങനെ സോഷ്യൽ മീഡിയ ഉപയോഗിക്കണം, എങ്ങനെ ഇൻ്റർനെറ്റ് ഉപയോഗിക്കണം, എന്താണ് സൈബർ സെക്യൂരിറ്റി, സൈബർ എത്തിക്സ് എന്താണ്, സൈബർ എറ്റിക്വറ്റ് എന്താണ്. അപ്പോൾ ആ ഒരു മര്യാദ, ഇപ്പം നമ്മൾ പണ്ടൊക്കെ പറയാറുണ്ട്, നമ്മൾ ഈ സിവിക് സെൻസ്, ഹിസ്റ്ററി ആൻഡ് സിവിക്സ് എന്നൊക്കെ പറഞ്ഞ് പഠിക്കാറുണ്ട്, പൗരബോധമുണ്ട്. അപ്പോൾ പൗരബോധത്തിൻ്റെ ഭാഗമായിട്ട് ഇപ്പോൾ നമ്മൾ പല കാര്യങ്ങളും കസ്റ്റമറി മര്യാദകളാണ്. നമ്മുടെ ഫിസിക്കൽ വേൾഡിൽ കസ്റ്റമറി മര്യാദയുണ്ട്. ഇപ്പോൾ അതായത് ഒരു വീട്ടിൽ ചെന്ന് കഴിഞ്ഞാൽ ഒരാൾ വരുവാണെന്നുണ്ടെങ്കിൽ, ചിലപ്പോൾ മുതിർന്ന ആളുകളാണ് വരുന്നെങ്കിൽ എഴുന്നേറ്റ് നിൽക്കുക. ഒരു ക്ലാസ്സിൽ ചെന്ന് കഴിഞ്ഞാൽ അധ്യാപകരെ കാണുമ്പോഴത്തേക്ക് അവരോട് നമസ്കാരം പറയുക, അല്ലെങ്കിൽ ഗുഡ് മോർണിംഗ് പറയുക. അവിടെ ചെന്നിട്ട് ഒരു യൂണിഫോമിൻ്റെ ഒരു പാറ്റേണായിട്ട് ക്ലാസ്സിനിടയിൽ കൂടെ ഒരാൾ ഇറങ്ങിപ്പോയി തോന്നിവാസം ക്രോസ് ടോക്ക് ഉണ്ടാവത്തില്ല. പിന്നെ അതിന് ക്ലാസ്സിൻ്റെതായ ഒരു അച്ചടക്കം ഉണ്ടാവും. വീട്ടിൽ വന്നാൽ വീട്ടിൻ്റെതായ ഒരു പെരുമാറ്റമുണ്ട്. ഒരു ഓഫീസാണ്, ഓഫീസിൻ്റെ ഇതൊക്കെ നമ്മളുടെ അവിടെ, ഇതൊന്നും നമ്മുടെ ഇന്ത്യൻ ഭരണഘടനയിൽ എഴുതി വെച്ചിട്ടുള്ളതല്ല, പക്ഷേ നമ്മൾ ഉണ്ടാക്കിയെടുത്തിട്ടുള്ള സംസ്കാരമാണ്. ആ ഒരു സംസ്കാരം നമുക്ക് ഇൻ്റർനെറ്റ് മേഖലയിലില്ല. നമ്മളൊരു ഡ്യുവൽ പേഴ്സണാലിറ്റിയാണ് ഒരു ഇൻ്റർനെറ്റിൽ കയറിയാൽ നോക്കിക്കഴിഞ്ഞാൽ. നമ്മൾ പകൽ കാണുന്ന നമ്മളോട് നേരെ സംസാരിച്ച ഒരാളായിരിക്കത്തില്ല ഇൻ്റർനെറ്റിൽ വന്നിട്ട് അയാളുടെ ഒരു പ്ലാറ്റ്ഫോമിൽ വരുമ്പോഴത്തേക്കും, ഒരു ചാറ്റ് റൂമിൽ വരുമ്പോഴത്തേക്കും അപ്പോഴത്തേക്കും അയാളൊരു വേറൊരു ആളായിട്ട് മാറുകയാണ്. അപ്പോൾ നേരെ നിന്നിട്ട് സംസാരിക്കാൻ പറ്റാത്ത പല കാര്യങ്ങളും അവർ ഓൺലൈനിൽ കൂടെ സംസാരിക്കും. അപ്പോൾ അങ്ങനെ അതെന്തുകൊണ്ടാണെന്ന് വെച്ചാൽ, അവരുടെ ആ തുടക്കകാലത്ത് നമുക്കുണ്ടായിരുന്ന ഒരു മിഥ്യാധാരണയുണ്ട്, ഞാൻ ഇൻ്റർനെറ്റിൽ ഇങ്ങനെയൊക്കെ ചെയ്താൽ എന്നെ ആരും പിടിക്കത്തില്ല, കാരണം ഞാൻ ഇവിടെ ഇരുന്നല്ലേ പറയുന്നത്, ചാറ്റ് ചെയ്യുന്ന അറിയുന്നില്ലല്ലോ, ഞാൻ എൻ്റെ കള്ളപ്പേരിലാണല്ലോ പറയുന്നത്, എൻ്റെ പേര് ഞാൻ മാറ്റി വേറൊരു പേരാണല്ലോ, ഞാൻ ആണെന്നുള്ളത് പെൺകുട്ടിയാണെന്നുള്ള മാറ്റിയിരിക്കുന്നത്, അല്ലെങ്കിൽ പെൺകുട്ടി ആൺകുട്ടി എന്നാണ് വെച്ചിരിക്കുന്നത്, അപ്പോൾ എന്നെ ആരും പിടിക്കില്ല എന്നൊരു തോന്നലാണ് പലപ്പോഴും ആദ്യകാലത്തുണ്ടായിരുന്നത്. അതിൻ്റെ ഒരു രീതിയിലൊരു വളർച്ചയാണ് വന്നത്. പക്ഷേ ഇപ്പം നമുക്കറിയാം, ഇതൊക്കെ പലരും നമ്മളെവിടെ നിന്ന് കയറിയാലും നമ്മളുടെ IP അഡ്രസ്സ് അത് കൃത്യമായിട്ട് ലോഗിൻ ചെയ്യപ്പെടുന്നുണ്ട്, നമ്മുടെ ഡിവൈസിൻ്റെ MAC അഡ്രസ്സ് ലോഗിൻ ചെയ്യപ്പെടുന്നുണ്ട്. അപ്പം വ്യക്തിപരമായിട്ടുള്ള പല വിവരങ്ങളും നമുക്ക് പിടിക്കപ്പെടാനും അതിനുള്ള തെളിവുകളും ഡിജിറ്റൽ ഫുട് പ്രിൻറ്റുകൾ എല്ലായിടത്തും ഉണ്ട്. നമ്മൾ വീട്ടിൽ നിന്ന് ഇറങ്ങി നമ്മളൊരു സ്ഥലത്തേക്ക് പോയാൽ നമ്മളുടെ പല വിവരങ്ങളും നമ്മളെക്കാൾ അറിയാവുന്നത് ഗൂഗിളിൽ അവരുടെ കയ്യിലുണ്ട്. അപ്പോൾ അങ്ങനെ ആ ഒരു കൾച്ചർ നമ്മൾ ഉണ്ടാക്കിയെടുക്കാത്തത് കൊണ്ടാണ് നമുക്ക് ഈ ഇൻ്റർനെറ്റിനകത്ത് ഈ പറഞ്ഞിട്ടുള്ള ഒരു ഏർപ്പാട്. അപ്പോൾ അതിന് വേണ്ടത് നമുക്കൊരു സൈബർ എത്തിക്സിൻ്റെ അല്ലെങ്കിൽ സൈബർ വിദ്യാഭ്യാസം, എഡ്യൂക്കേഷൻ, ഈ സൈബർ സെക്യൂരിറ്റി അടക്കമുള്ള കാര്യങ്ങൾ ചേർത്തിട്ട് സ്കൂൾ തലത്തിൽ അല്ലെങ്കിൽ അതിൻ്റെ LKG തലത്തിൽ മുതൽ പാഠ്യപദ്ധതിയുടെ ഭാഗമാക്കി വളർത്തിയെടുത്തേണ്ടി വരും. എങ്കിൽ മാത്രമേ നമുക്കൊരു പുതിയ ജനറേഷനെ നമുക്ക് അതനുസരിച്ച്, അപ്പോൾ അവർക്ക് ഡൂസ് ആൻഡ് ഡോൺസ് അറിയാം. ഇപ്പോൾ ഡൂസ് ആൻഡ് ഡോൺസ് അറിഞ്ഞാൽ പലരും ചെയ്യും. ഇപ്പം നമ്മളിപ്പം ട്രാഫിക് റൂള് നമുക്ക് കുറേ അറിയാവുന്നതുകൊണ്ട് നമ്മൾ റെഡ് ലൈറ്റ് കണ്ട് അവിടെ വണ്ടി നിർത്തും. സോ അത് കുട്ടികളാണേലും അത് കണ്ടുപഠിക്കുകയാണ്. അതേസമയം ഇൻ്റർനെറ്റിൽ നമുക്ക് അങ്ങനെ ഒരു ഇതില്ല, എവിടെ നിർത്തണമെന്നൊന്നും പറയുന്നില്ല, ആർക്ക് കമൻറ്റ് ഇടുന്നോ, വരുന്നവർ കമൻറ്റ് ഇട്ട് പോവുക, വരുന്നവർ അതിന് ട്രോളിക്കൊണ്ട് മെസ്സേജ് പിന്നെയും ഷെയർ ചെയ്യുക, ഇത് ഫാക്ട് ചെക്ക് നടത്തുന്നില്ല, ഇത് ശരിയാണോ എന്നറിയുന്നില്ല എന്നൊന്നുമില്ല. അപ്പോൾ അത് നമ്മൾ കുറച്ച് എഡ്യൂക്കേഷൻ ആയിക്കഴിഞ്ഞാൽ നമ്മൾ തുടങ്ങി, എടാ ഈ വന്ന സാധനം ചിലപ്പോൾ ഇത് AI ആയിക്കൂടെ, ഇത് ഡീഫേക്ക് ആയിക്കൂടെ എന്നൊരു ചിന്ത വന്നിട്ട് നമ്മൾ ചിന്തിച്ചതിന് ശേഷം ഇത് എന്നെപ്പറ്റിയാണ് പറയുന്നതെങ്കിൽ എന്ത് തോന്നും, അത് ഞാൻ നാളെ ചെയ്ത് കഴിഞ്ഞാൽ ഇത് ഞാനൊരു കുറ്റവാളിയാവുമോ,
ഒരു അക്യൂസ്ഡ് ആവുമോ വിക്റ്റിം ആകുമോ എന്നോട് തുടങ്ങി ആ ഒരു സംസ്കാരം വളർത്തിയെടുക്കേണ്ടി വരും. ശരി. ഇപ്പോൾ ഈ പറഞ്ഞ എയുടെ കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് ഞാൻ ചോദിക്കുകയാണ്, ഇപ്പോൾ ഡീപ്പ് ഫേക്ക് ഉള്ളതുകൊണ്ട് പറയുകയാണ്, ഇത് എങ്ങനെയായിരിക്കും ഒരു ഭാവിയിലുള്ള അല്ലെങ്കിൽ നെക്സ്റ്റ് ജനറേഷൻ കുറ്റകൃത്യങ്ങളെ ബാധിക്കുക, അല്ലെങ്കിൽ അതൊരു ഫുൾ പ്രൂഫ് ആക്കുമോ? എയും ഡീപ്പ് ഫേക്കും ഒക്കെ ഇപ്പം തന്നെ നമുക്കൊരു കുറ്റകൃത്യങ്ങളിലേക്ക് ഉൾപ്പെട്ട് തുടങ്ങിയിരിക്കുകയാണ്. ഇപ്പം കുറച്ചുകൂടെ ഇത് മുന്നോട്ട് പോകും തോറും നമുക്ക് വളരെ ബുദ്ധിമുട്ട്. ഇപ്പം തന്നെ നമ്മളിപ്പോൾ ഏറ്റവും കൂടുതൽ ആദ്യം തുടക്കത്തിൽ നമ്മൾ ഈ ഫ്രോഡിനെ പറ്റി പറഞ്ഞു. ഈ ഫ്രോഡുകളിൽ ഇപ്പം തന്നെ എത്ര ക്രോർസ് ഓഫ് റുപ്പീസാണ് നമ്മളുടെ ആളുകളുടെ കയ്യിൽ നിന്ന്, അതും വിദ്യാഭ്യാസം ഉള്ള ആളുകളുടെ കയ്യിൽ നിന്നാണ് പോകുന്നത്. അതിൻ്റെ 10 മടങ്ങ് നഷ്ടപ്പെടുത്താൻ പറ്റുന്നതായിരിക്കും എയുടെയും അല്ലെങ്കിൽ ഡീപ്പ് ഫേക്കിന്. കാരണം എന്താണെന്ന് വെച്ചാൽ ഇപ്പം സോഷ്യൽ എഞ്ചിനീയറിങ്ങിൽ കൂടെ പറഞ്ഞ് നമ്മളെ വിശ്വസിപ്പിക്കണം. ഒരു വോയിസിൽ ഫോണിൽ കൂടെ വിളിച്ച് ഞാൻ ബാങ്കിൻ്റെ മാനേജറാണെന്നോ അല്ലെ അഡ്മിനിസ്ട്രേറ്റർ ആണെന്നോ സെക്യൂരിറ്റി ടീമാണെന്നോ വിളിക്കുന്നതിന് പകരം ഒരു വീഡിയോ തന്നെ ജനറേറ്റ് ചെയ്തുകൊണ്ട് നമുക്കറിയാവുന്ന ഒരു വീഡിയോ ബാങ്കിൻ്റെ മാനേജറെ തന്നെ, നമ്മുടെ തന്നെ ബ്രാഞ്ചിൻ്റെ മാനേജറുടെ ഒരു ഫോട്ടോ അവർ വീഡിയോ ആയിട്ട് തിരിച്ചിട്ട് നമുക്കൊരു വീഡിയോ കോളിൽ വരുന്നു, പെട്ടെന്നൊരു അലർട്ട് ഉണ്ടെന്ന് പറയുന്നു. അപ്പം നമുക്കറിയാവുന്ന ആളാണ്, അയാളുടെ സൗണ്ടുമാണ്. അപ്പോൾ അങ്ങനെ പെട്ടെന്നൊരു വീഡിയോ വന്നു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നമ്മൾ അതാണെന്നൊരു ധാരണയിലായിരിക്കും ചെയ്യുന്നത്. അതേപോലെ നമ്മുടെ തന്നെ റിലേറ്റീവ്സ് ഇപ്പോൾ ഈ ഡിജിറ്റൽ അറസ്റ്റ് പോലെയുള്ള സ്കാംസ് ഉണ്ട്. ഈ ഡിജിറ്റൽ അറസ്റ്റ്, അതുപോലെ തന്നെ ചൈൽഡ് അണ്ടർ അറസ്റ്റ് എന്നൊക്കെ പറഞ്ഞ് വരാറുണ്ട്. ഇവിടെയൊക്കെ ഇപ്പം പലപ്പോഴും ഇപ്പം AI തുടങ്ങിയിട്ടുണ്ട്. അവർ ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ പുറത്ത് കുട്ടികൾ പഠിക്കുന്നു. അപ്പോൾ പേരൻസിനെ വിളിച്ചിട്ട് നിങ്ങളുടെ കുട്ടികളെ MDMA കേസിൽ അറസ്റ്റ് ചെയ്തിരിക്കുന്നു, അപ്പോൾ ഇവർ ഞങ്ങളുടെ പോലീസ് കസ്റ്റഡിയിലാണ്, അപ്പോൾ ഒന്ന് റിലീസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഒന്നെങ്കിൽ പെട്ടെന്ന് ഇവൻ ഉൾപ്പെട്ടിട്ടില്ലെന്നൊക്കെ അറിയാം, പക്ഷേ എന്നാൽ അവൻ്റെ ബാങ്ക് അക്കൗണ്ട് ഡീറ്റെയിൽസും നിങ്ങളുടെ ബാങ്ക് അക്കൗണ്ടും ഒക്കെ പരിശോധിക്കും, ഇതിലേക്ക് പൈസ വന്നിട്ടുണ്ടോ നോക്കണം. അപ്പോൾ കേസ് തരുന്നവർ വരെ നിങ്ങൾ പറയുന്ന നിങ്ങളുടെ അക്കൗണ്ടിലെ പൈസ ഞങ്ങൾ പറയുന്ന കോടതി മോണിറ്റർ ചെയ്യുന്ന അക്കൗണ്ടിലേക്ക് മാറ്റണം എന്നൊക്കെ പറഞ്ഞ് വിശ്വസിപ്പിക്കുന്നത്. അപ്പോൾ ഈ പറഞ്ഞ് വിശ്വസിക്കുന്ന പേരൻസിനെ വിളിക്കുന്ന സമയത്ത് ഈ കുട്ടിയുടെ സൗണ്ട് തന്നെ കേൾപ്പിക്കുക, കുട്ടിയുടെ ഫോട്ടോയോ അല്ല വീഡിയോ വെച്ചിട്ട്. കാരണം ഇപ്പം നമ്മൾ റീൽസ് ഷെയറോ ഒന്നും ചെയ്യാത്തവരില്ല, ഇതിനകത്തുനിന്ന് എടുത്താൽ മതി. അവരുടെ ബോഡി മൂവ്മെൻറ്റും സൗണ്ടും അങ്ങനെയാണ് അവർ ചെയ്തത്. സോഷ്യൽ മീഡിയ ഫുള്ളതാണ് കണ്ടൻറ്റാണ്. പിന്നെ ഇപ്പം തന്നെ നമ്മളിപ്പോൾ ChatGPT, AI, ജെമിനി തുടങ്ങിയിട്ടുള്ള സ്ഥലങ്ങളിലൊക്കെ തന്നെ നമ്മളുടെ ഫോട്ടോയും വീഡിയോയും നമ്മുടെ വോയിസിൽ കൂടിയാണ് നമ്മൾ പല സംസാരിക്കുന്നത്. ഇതെല്ലാം അവർ ട്രെയിനിങ് പർപ്പസിന് ഉപയോഗിക്കും. അപ്പോൾ അവിടുന്ന് തന്നെ അവർക്ക് എടുക്കാം. അപ്പോൾ നമ്മൾ സംസാരിക്കുന്ന അതേ രീതിയിൽ ടോണിൽ ആ രീതിയിൽ അപ്പിയറൻസോട് കൂടി സാധനം ഉണ്ടാക്കുന്നതിന് ഒരു ബുദ്ധിമുട്ടുകൊണ്ടില്ല. അപ്പോൾ അങ്ങനെ വരുമ്പോഴത്തേക്കും എയും ഡീപ്പ് ഫേക്കും ഒക്കെ തന്നെ നമുക്ക് വലിയ ത്രെട്ട് ഈ പറഞ്ഞതുപോലെ ഉണ്ടാക്കേണ്ടിയിരിക്കും. കാരണം നമുക്ക് ഏതാണ് ശരി ഏതാണ് തെറ്റെന്ന് തിരിച്ചറിയാനുള്ള ബുദ്ധിമുട്ട്. പിന്നെ നമ്മൾ അതിനു വേണ്ടി വേറെ AI ഉപയോഗിക്കേണ്ടി വരും. കാരണം ഇതിന് കൗണ്ടർ മെക്കാനിസം തിരിച്ചറിയാൻ പറ്റും, പക്ഷേ അതിന് നമ്മൾ റോബോട്ടിക്കോ അല്ലെങ്കിൽ പോലത്തുള്ള സംവിധാനത്തിലേക്ക് പറഞ്ഞു. അപ്പോൾ എത്ര കുറച്ച് സോഷ്യൽ മീഡിയയിലേക്ക് ഫീഡ് ചെയ്യോ അത്രയും നല്ലതാണ് നമ്മുടെ പ്രൈവസി. നമ്മളപ്പോൾ ഡേറ്റ പ്രൈവസിയുടെ ഒരു വലിയ ഘടകമുണ്ട്. ഇപ്പം നമ്മൾ ശ്രദ്ധിക്കാത്തൊരു കാര്യമാണ് നമുക്കിവിടെ ഡേറ്റ പ്രൈവസി എന്ന് പറയുന്നത്. നമ്മുടെ ഇപ്പം വിചാരിക്കുന്നത് നമ്മൾ എന്ത് കണ്ടൻറ്റ് കൊടുത്താലും അത് ഡിലീറ്റ് ചെയ്താൽ അങ്ങ് തീർന്നു പോകുന്നു. ഒരു കണ്ടൻറ്റ് ഡിലീറ്റ് ചെയ്തതുകൊണ്ട് ഒരിക്കലും സോഷ്യൽ മീഡിയയിലോ ഓൺലൈൻ പ്ലാറ്റ്ഫോമിലോ എന്ത് കണ്ടൻറ്റ് ഇട്ടാലും അത് എവിടെയെങ്കിലുമൊക്കെ സേവ് ചെയ്യപ്പെട്ടിട്ടുണ്ടാവും, സ്റ്റോർ ചെയ്യപ്പെട്ടിട്ടുണ്ടാവും. ഡിലീറ്റ് ചെയ്തത് പലരും അവർക്ക് റിക്കവർ ചെയ്യാനും പറ്റും. അപ്പോൾ നമ്മളൊരു കണ്ടൻറ്റ് എന്ത് കൊടുക്കുന്നോ ആ കണ്ടൻറ്റുകളെ നമ്മൾ കരുതണം. ഈ കണ്ടൻറ്റ് പബ്ലിക് ഡൊമൈനിൽ കിട്ടാം എന്നുള്ളൊരു വിശ്വാസത്തിൽ വേണം നമ്മൾ കൊടുക്കാനായിട്ട്. പ്രത്യേകിച്ച് ഇപ്പോഴത്തെ ഒരു കാലഘട്ടത്തിൽ നമ്മൾ AIയിലൊക്കെ തുടക്കമാണ് നമ്മളിപ്പോൾ സോഷ്യൽ മീഡിയ സ്ക്രോൾ ചെയ്യുമ്പോൾ ഒരുപാട് AIകൾ നമുക്ക് ഈ പെട്ടെന്ന് പോപ്പപ്പായിട്ട് വരും. അപ്പോൾ ഭയങ്കര ഓഫറാണ് തരുന്നത്. വീഡിയോ എഡിറ്റ് ചെയ്യാം, നിങ്ങളുടെ ഫോട്ടോ ഇങ്ങനെയാക്കാം, നിങ്ങൾ അതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് ഇങ്ങനെ ഒരു വീഡിയോ എഡിറ്റ് ചെയ്യാം, നിങ്ങൾ പറയുന്നത് ഇതുപോലെ ചേർക്കി തരാം എന്ന് പറഞ്ഞ് ഭയങ്കര നമ്മളെ ക്യാപ്റ്റീവായിട്ടുള്ള പല ഇതാണ് വരുന്നത്. പക്ഷേ ഇത് എന്ന് പറയുന്നത് സിമിലർ നെയിമായിരിക്കും. അപ്പം നമുക്കിപ്പം ChatGPT എന്ന് പറയാറ് ഓപ്പൺ AIക്കാരുടെ റെഗുലറായിട്ട് അവരുടെ ഒരു കോമൺ ആയിട്ടുള്ളതാണ്. ഇപ്പം ജെമിനി ഗൂഗിളിൻ്റെ ആണെന്ന് പറയും. അപ്പം മൈക്രോസോഫ്റ്റിൻ്റെ ക്യാപ്പിലോട്ടുണ്ട്, അല്ലെന്നുണ്ടെങ്കിൽ പെർപ്ലക്സിറ്റി ഉണ്ട്. അങ്ങനെ നോണായിട്ടുള്ള കുറേ പ്ലാറ്റ്ഫോമുകൾ നമുക്കറിയാം. പക്ഷേ ഇതിന് സിമിലർ നെയിമിൽ സിമിലർ ലോഗോ ഇട്ടിപ്പം ഈ AI ഫേക്ക് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നു. ഫേക്ക് എന്ന് പറഞ്ഞാൽ അത്തരം തട്ടിപ്പുകൾക്ക് വേണ്ടിയിട്ട്. അപ്പോൾ നമ്മൾ അത് പോയി ഡൗൺലോഡ് ചെയ്യും. അപ്പോൾ ChatGPT എന്നുള്ള പേരിൻ്റെ കൂടെ ചിലപ്പം പ്ലസ്ന്നോ അല്ലെങ്കിൽ പ്രോയെന്നോ എന്തെങ്കിലും ചെറിയ 1-2 വാക്കുകൾ മാറ്റിയിട്ടായിരിക്കും. അത് APK ഫയലായിരിക്കും. നമ്മൾ കൊണ്ടുവന്ന് ഡൗൺലോഡ് ചെയ്ത് നമ്മളിത് ഉപയോഗിക്കും. കുറച്ച് ഫെസിലിറ്റിയൊക്കെ അവർ തരും. കാരണം ഇപ്പോൾ AI തന്നെ നമുക്ക് തന്നെ ഉണ്ടാക്കാം, നമുക്ക് കസ്റ്റമൈസ് ചെയ്യാം. അപ്പോൾ അങ്ങനെ കസ്റ്റമൈസ് ചെയ്യുന്നവരുടെ ഉദ്ദേശം ഡാറ്റ തെറ്റാണ്. അതായത് നമ്മുടെ ഡാറ്റ നമ്മുടെ പല വിവരങ്ങൾ കൊടുക്കുന്നത് അവരെടുത്തിട്ട് മിസ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇവർ തന്നെ അവർ ട്രെയിനിങ് പർപ്പസിന് ഉപയോഗിക്കുന്നുണ്ട്. മറ്റൊരു തരത്തിൽ അവർ ഈ പറഞ്ഞ തട്ടിപ്പിന് വേണ്ടിയിട്ട് നമ്മളുടെ ഡാറ്റ, പ്രത്യേകിച്ച് ഫോണിലേക്കുള്ള ഡാറ്റകളോ കാർഡ് ഡീറ്റെയിൽസോ ഫിനാൻഷ്യൽ ഡീറ്റെയിൽസോ ഒക്കെ കൊടുത്തു കഴിഞ്ഞാൽ അതൊക്കെ വളരെ പെട്ടെന്ന് തന്നെ ചെയ്തുകൊണ്ടു. ഇരകളായ കുട്ടികളുടെ ഒരു മെൻ്റൽ റീഗ്രോത്തിന് വേണ്ടിയുള്ളൊരു സെറ്റപ്പ് നമ്മുടെ നാട്ടിലിപ്പോൾ ഉണ്ടോ? അത് തീർച്ചയായിട്ടും ഉണ്ട്. കാരണം ഇതാണ് നമ്മളിപ്പോൾ ഇൻ്റർനാഷണൽ, ഞാനിപ്പം വർക്ക് ചെയ്യുന്ന സംവിധാനം എന്ന് പറയുന്നത് ഇൻ്റർനാഷണൽ സെൻറ്റർ ഫോർ മിസ്സിംഗ് ആൻഡ് എക്സ്പ്ലോയിറ്റഡ് ചിൽഡ്രൻ എന്ന് പറഞ്ഞിട്ട് ICMEC എന്ന് പറഞ്ഞ ഒരു ഇൻ്റർനാഷണൽ NGO ആണ്. അവിടെ വെർജീനിയയിൽ അവിടെ ഹെഡ് ഓഫീസുണ്ട്. അപ്പോൾ അവിടെ ഇവർ ഇൻ്റർനാഷണലി നമ്മളൊക്കെ ചെയ്യുന്നത് ഈ ലോ എൻഫോഴ്സ്മെൻറ്റിൽ പ്രത്യേകിച്ചൊരു
സ്പെഷ്യൽ പോലീസ് യൂണിറ്റ് ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളതാണ് ഉദ്ദേശിക്കുന്നത്. ആ സ്പെഷ്യൽ പോലീസ് യൂണിറ്റിൻ്റെ ഭാഗമായിട്ട് ഇപ്പോൾ കേരളത്തിൽ ഓൾറെഡി സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്, തെലങ്കാന സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്, ഇപ്പം പശ്ചിമ ബംഗാളും കർണാടകവും അണ്ടർ പ്രോസസ്സിലാണ്. അപ്പോൾ അവിടെയൊക്കെ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ ഇവരെ ഒരു 10 പേരോ മിനിമം അടങ്ങുന്ന ഒരു പോലീസിനെ പ്രത്യേകിച്ച് ട്രെയിനിങ് കൊടുത്ത് എങ്ങനെയാണ് ഈ കണ്ടൻറ്റുകൾ കൈകാര്യം ചെയ്യേണ്ടത്, ഡിറ്റക്റ്റ് ചെയ്യേണ്ടത്, അതുപോലെ തന്നെ അത് സേവ് ചെയ്യേണ്ടത്, അതിൻ്റെ തെളിച്ച ഡിജിറ്റൽ എവിഡൻസ് ആയിട്ട് കളക്ട് ചെയ്യേണ്ടത് തുടങ്ങിയിട്ടുള്ളതിന് ആദ്യമായിട്ട് അവരുടെ സോഫ്റ്റ്വെയർ ഉപയോഗിക്കേണ്ടതും, അതുപോലെ തന്നെ ഹാർഡ്വെയർ യൂസ് ചെയ്യേണ്ടതും, അതുപോലെ തന്നെ സോഷ്യൽ മീഡിയയിൽ നിന്നൊക്കെ എങ്ങനെ കണ്ടൻറ്റ് നോക്കുന്നു, ഇതിൻ്റെ ഹാഷ് വാല്യൂ എങ്ങനെ വെച്ച് മാച്ച് ചെയ്യുന്ന തുടങ്ങിയ കാര്യങ്ങൾ ഒരു ട്രെയിനിങ് കൊടുത്ത് പഠിപ്പിച്ച ശേഷം ഇവരൊരു സ്പെഷ്യൽ പോലീസ് യൂണിറ്റായിട്ട് പ്രവർത്തിക്കുന്ന കൺട്രി. എന്നിട്ട് ഇവിടെ ആദ്യമൊപ്പം തന്നെ ഇതിനോടൊപ്പം നമ്മൾ ചെയ്യുന്നൊരു ഇതെന്ന് പറഞ്ഞാൽ ഒരു വിക്ടിം സെൻട്രിക് ആയിട്ടുള്ള ഇൻ്റർവ്യൂ റൂം തയ്യാറാക്കും. അപ്പം വിക്ടിം സെൻട്രിക് ഇൻ്റർവ്യൂ റൂം എന്ന് ഉദ്ദേശിക്കുന്നത് ഈ ഏറ്റവും കൂടുതൽ വിക്ടിമിന് പറ്റുന്ന ഒരു പ്രശ്നം എന്ന് പറഞ്ഞാൽ ഇത്തരത്തിലുള്ള വിക്ടിമിന് ഈ റീവിക്ടിമൈസേഷനാണ് എപ്പോഴും പ്രശ്നം. കാരണം ഒരു അന്വേഷണ ഏജൻസിയുടെ അടുത്ത് ചെന്നു ഒരാളുടെ അടുത്ത് പോയി ഒരു കാര്യം പറഞ്ഞു, മൊഴി പറഞ്ഞു, ഇതേ കാര്യം തന്നെ അടുത്ത ചിലപ്പോൾ കോടതിയിൽ പോയി പറയുന്നു, വീണ്ടും പറയുമ്പോഴത്തേക്കും ഫോറൻസിക് എക്സാമിനേഷൻ ചെല്ലുമ്പോൾ അവിടെ പറയുന്നു, ക്രോസ് എക്സാമിനേഷൻ വരുമ്പോൾ പറയുന്നു. അങ്ങനെ പല ഏജൻസികളും പല ആളുകളുടെ അടുത്തും പറയുന്നതോടുകൂടി ഇത് കൂടുതൽ ട്രോമയിലേക്ക് പോവുകയാണ്. അപ്പോൾ അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് ഒറ്റ സ്ഥലം. അപ്പോൾ ആ ഒരു സെൻട്രൽ അവിടെ പ്രത്യേകിച്ച് ചൈൽഡ് ഫ്രണ്ട്ലി ആയിരിക്കണം. ആ അറ്റ്മോസ്ഫിയർ തന്നെ ഒരു പോലീസ് അറ്റ്മോസ്ഫിയർ ആയിരിക്കത്തില്ല ഒരിക്കലും. അവർക്ക് പോലീസ് സ്റ്റേഷൻ്റെയോ അല്ലെങ്കിൽ പോലീസിൻ്റെ ബാക്ക്ഗ്രൗണ്ടോ ഇല്ലാത്ത ഒരു അറ്റ്മോസ്ഫിയർ, അവർക്ക് ഫ്രണ്ട്ലി ആയിട്ടുള്ളൊരു ലൊക്കേഷൻ, അവർക്ക് കംഫർട്ടബിളായിട്ട് ആളിനെ കമ്പാനിയനായിട്ട് കൂടെ ഇരുത്തിക്കൊണ്ട്, പേരൻസോ കൗൺസിലിനെ ഇരുത്തിക്കൊണ്ട് ഒരു ട്രെയിൻഡ് ആയിട്ടുള്ള ഉദ്യോഗസ്ഥൻ അല്ലെങ്കിൽ അവരെ കൊണ്ടാണ് ഇത് ഇൻ്റർവ്യൂ ചെയ്യിപ്പിക്കുക. അതും ഇൻ്റർവ്യൂ ടെക്നിക്സും പഠിപ്പിച്ച് നൽകിയിട്ടാണ്. അപ്പോൾ സാധാരണ നമ്മൾ ചോദിക്കുന്ന പോലെ എന്താ സംഭവം ഇന്നയാൾ ഇന്നത് ചെയ്തോ ചോദിക്കാതെ അതിന് കുറച്ചുകൂടി ഓപ്പണൻറ്റഡ് ആയിട്ട് അവർക്ക് നറേറ്റ് ചെയ്യാനെന്നുള്ള രീതിയിൽ പറഞ്ഞ് അവരെ കംഫർട്ടബിൾ ആക്കുക. ഇൻ കേസ് ഇടയ്ക്ക് വെച്ച് അവർക്ക് ഒരു ചേഞ്ചസ് ഉണ്ടായിക്കഴിഞ്ഞാൽ നമ്മൾ അതിന് തടസ്സം വരുത്താതെ അതിനെ അക്സെപ്റ്റ് ചെയ്തുകൊണ്ട്, അതായത് നമുക്ക് ട്രോമ ഉണ്ട് എന്നുള്ളത് അക്സെപ്റ്റ് ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ ആ ചേഞ്ചസ് വരുത്തി അക്സെപ്റ്റ് ചെയ്തുകൊണ്ട് മുമ്പോട്ട് വന്ന ആ ഒരു രീതിയാണ് ഇൻ്റർനാഷണലി അക്സെപ്റ്റബിൾ ആയിട്ടുള്ള അങ്ങനെയുള്ള ഒരു സംവിധാനത്തിലേക്കാണ് നമ്മൾ സംസ്ഥാനത്തെ കൊണ്ടുവരാനായിട്ട് നോക്കുന്നത്. നമ്മളിപ്പം എപ്പോഴും പറയും കുറ്റവാളികൾ എപ്പോഴും പോലീസുകാരെക്കാട്ടും ഒരു സ്റ്റെപ്പ് മുകളിലായിരിക്കും. അതിന് വേറെ കാരണമല്ല, പോലീസുകാർക്ക് ഒരുപാട് നിയമപരമായ കാര്യങ്ങൾ നോക്കിയിട്ട് അവർക്ക് അടുത്ത സ്റ്റെപ്പ് ചെയ്യാൻ പറ്റും. പക്ഷേ കുറ്റവാളികൾക്ക് അങ്ങനത്തെ ഒരു പ്രശ്നമില്ല. ഈ ടെക്നോളജിയും ഈ ഡിജിറ്റൽ ഇതും വളരുന്നതുകൊണ്ട് പോലീസ് എങ്ങനെ അപ്ഡേറ്റഡ് ആവണം? കമ്പ്യൂട്ടറൊക്കെ പഠിക്കുന്ന കാലത്ത് പറയാറുള്ള മൂർസ് ലോ എന്ന് പറയും. മൂർസ് ലോയിൽ പറയുന്നത് ഈ എവരി 18 months ടെക്നോളജി ഡബിൾ ചെയ്യുന്നതായിരുന്നു അന്ന് പറയുന്നു. ഇപ്പോൾ അതൊക്കെ പോയി ഡെയിലി എന്ന് പറയാൻ പറ്റില്ല. ഇപ്പം ഒരു അവേർലി അല്ലെങ്കിൽ മിനിറ്റ്സ് വെച്ചിട്ട് ടെക്നോളജി മാറിക്കൊണ്ടിരിക്കുക. അപ്പം നമുക്കറിയാം പണ്ട് നമ്മളൊരു ഫോൺ മേടിച്ചാൽ എത്ര വർഷം കഴിഞ്ഞിട്ടായിരുന്നു പുതിയൊരു വേർഷൻ വരുന്നത്. ഇപ്പോൾ ഒരു ഫോൺ മേടിച്ച് കഴിഞ്ഞാൽ അപ്പോൾ എല്ലാ വർഷവും ഇറങ്ങി, ചിലപ്പോൾ വർഷത്തിൽ 2 കൂടുതൽ പറഞ്ഞൊക്കെ ഇറങ്ങിക്കൊണ്ടിരിക്കും. അപ്പം ആ ടെക്നോളജി ഭയങ്കരമായിട്ട് ഫാസ്റ്റായിട്ട് ഗ്രോ ചെയ്യുകയാണ്. അപ്പോൾ ടെക്നോളജി ഗ്രോ ചെയ്യുന്നുണ്ട്, ഇൻ്റർനെറ്റ് പെനിട്രേഷൻ, ഇൻ്റർനെറ്റ് സ്പീഡ് അതെല്ലാം അങ്ങനെ കൂടിക്കൊണ്ടിരിക്കുകയാണ്, AI വളർച്ച ഇതെല്ലാം വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ആ വളർച്ച അനുസരിച്ചിട്ട് നേരത്തെ പറഞ്ഞ പോലെ കുറ്റവാളികൾ കുറച്ചുകൂടി എപ്പോഴും അഡ്വാൻസ്ഡ് ആയിരിക്കും. കാരണം അവർക്കായിരിക്കും ആദ്യമായിട്ട് അവർ ഇതിനെ സ്റ്റഡി ചെയ്യും, എങ്ങനെ ഇതിനെ ഉപയോഗിക്കാം. ഇപ്പം നമ്മൾ പണ്ട് പറയാറുണ്ട് ഈ ആറ്റോമിക് എനർജി കണ്ടുപിടിച്ചത് ആറ്റം ബോംബ് ഉണ്ടാക്കാനായിരുന്നില്ല, പക്ഷേ പിന്നീട് അത് ആറ്റം ബോംബ് ഉണ്ടായി നമുക്കത് നശത്തിന് പറ്റും. അപ്പോൾ ടെക്നോളജി ഒരു ഡബിൾ എഡ്ജഡ് വെപ്പണാണ്, 2 സൈഡും വളരും. അപ്പോൾ അതിൽ വളർന്ന് എപ്പോഴും പക്ഷേ നെഗറ്റീവ് സൈഡ് ആദ്യം വളരുന്നത്. അപ്പോൾ അവർ അഡ്വാൻസ് ആയിട്ട് ആദ്യം പഠിച്ച് ഇത്തരം കാര്യങ്ങൾ എങ്ങനെ യൂസ് ചെയ്യാം, എങ്ങനെ തട്ടിപ്പിന് ഉപയോഗിക്കാം എന്ന് പഠിച്ചു വരും. ഇപ്പം കേരള പോലീസിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഇപ്പം നമുക്ക് പ്രത്യേകിച്ച് സൈബർ ഡിവിഷൻ തുടങ്ങിയിട്ടുണ്ട്. മിക്കവാറും എല്ലാ സംസ്ഥാനങ്ങളൊക്കെ തന്നെ സൈബർ ഡിവിഷനുകളുണ്ട്. ഇപ്പോൾ ഈ അടുത്ത ദിവസം കർണാടക അതിലെ ബഹുമാനപ്പെട്ട ഹൈക്കോടതിയുടെ ഒരു ഉത്തരവിൽ കൂടെ തന്നെ അവിടുത്തെ സൈബർ പോലീസിംഗ് സംവിധാനം ഒന്നിച്ച് ഒറ്റ സെൻറ്ററിൻ്റെ കീഴിലാക്കണം എന്ന് പറഞ്ഞ് CCC എന്ന് പറഞ്ഞ് സൈബർ കമാൻഡ് സെൻറ്റർ മാത്രമാക്കി പോലീസിന് പലയിടത്തായിട്ട് ആളുകൾ ഓടിച്ച് വിടരുത്. അതായത് ലോക്കൽ പോലീസ് സ്റ്റേഷനിൽ കൊണ്ട് പരാതി കൊടുക്കുക, അവിടെ നിന്ന് പറയുമ്പോൾ അവർ പറയും പിന്നെ സൈബറിലേക്ക് അന്വേഷണത്തിന് പോവുക. അപ്പോൾ അങ്ങനെയൊന്നും വേണ്ട, ഒരു സിംഗിൾ സ്ഥലം നിങ്ങൾ സൈബർ കമാൻഡ് സെൻറ്ററിൻ്റെ കീഴിൽ ഇതെല്ലാം ഒന്നിച്ച് ചേർക്കണം എന്ന് പറഞ്ഞിട്ട് ഹൈക്കോടതി ഉത്തരവിൻ്റെ മുകളിൽ ഗവൺമെൻറ് ഉത്തരവോടുകൂടി അവരത് ആരംഭിച്ചു കഴിഞ്ഞു. അപ്പോൾ ഇവിടെയും നമുക്ക് സൈബർ ഡിവിഷൻ ഇപ്പോൾ ഓൾറെഡി ആരംഭിച്ചിട്ടുണ്ട്. അതേപോലെ മറ്റ് സംസ്ഥാനത്തുമൊക്കെ പലതും വരുന്നുണ്ട്. അപ്പം ഇതൊരു അങ്ങനെ ഒരു സെൻറ്ററായിട്ട് വന്നു കഴിയുമ്പോഴത്തേക്കും അവിടെയുള്ള എടുക്കുന്ന ഉദ്യോഗസ്ഥരെ, പ്രത്യേകിച്ച് ഇത്തരത്തിലുള്ള കുറ്റകൃത്യങ്ങൾ അന്വേഷിക്കാൻ വരുന്നവരിൽ നമുക്ക് 2 വിഭാഗത്തിൻ്റെ ആവശ്യം വരും. ഒന്ന് പ്യൂർലി ടെക്നോളജി അറിയാവുന്നവർ വേണം, മറ്റ് ഇൻവെസ്റ്റിഗേഷൻ അറിയാവുന്നവർ വേണം. കാരണം ടെക്നോളജി മാത്രം അറിയാവുന്നവരെ കൊണ്ട് നമുക്ക് ഇൻവെസ്റ്റിഗേഷൻ ഇത് രണ്ടും കൂടെ ഉണ്ട്. ഇത് രണ്ടും അറിയാവുന്നവർ വേണം, പ്യൂർ ടെക്നോളജി. കാരണം അനലിസ്റ്റുകളായിട്ടുള്ള നമുക്ക് പെട്ടെന്ന് ഇത്തരം കാര്യങ്ങൾ മനസ്സിലാവും. അപ്പോൾ അവരെ ഗ്രോത്ത് ഉണ്ടാവും. അവരെ ടെക്നോളജി ഒരു സൈഡിൽ കൂടെ റെഗുലർ ട്രെയിനിങ് കൊടുത്തുകൊണ്ടിരിക്കുക.
അപ്പോൾ അത്തരത്തിൽ ഡെയിലി ആയിട്ടുള്ള റെഗുലർ അപ്ഡേറ്റുകൾ പോലീസിന് ആവശ്യമാണ്. എങ്കിൽ മാത്രമേ നമുക്കിതിനോട് കോമ്പാറ്റ് ചെയ്ത് നിൽക്കാൻ പറ്റുള്ളൂ. ഈ നിലവിലുള്ള നിയമങ്ങൾ ഈ ഇപ്പം ചൈൽഡ് എക്സ്പ്ലോയിറ്റേഷൻ ആയാലും ശരി, സൈബർ കുറ്റകൃത്യങ്ങളായാലും ശരി, ഡീൽ ചെയ്യാൻ അത് പര്യാപ്തമാണോ? നിലവിലുള്ള നിയമം പര്യാപ്തമല്ല തീർച്ചയായിട്ടും. കാരണം എന്താണെന്ന് ചോദിച്ചാൽ നമ്മുടെ നിലവിലിപ്പം നമുക്കുള്ളത് IT ആക്റ്റാണ് നമ്മളുടെ ഏറ്റവും പ്രധാനപ്പെട്ട നമ്മുടെ ഡിജിറ്റൽ രംഗത്തുള്ള നമ്മളുടെ സൈബർ നിയമം എന്ന് പറയുന്നത്. ആ IT ആക്ട് നിലവിൽ വന്നിട്ട് ഇപ്പം 25 വർഷമായി. 2000 ഒക്ടോബർ 17 വന്നൊരു നിയമമാണ്, നമ്മുടെ ഇന്ത്യൻ പാർലമെൻറ്റ് വന്ന നിയമമാണ്. അന്നത് വലിയ ഒരു കാരണമായിരുന്നു. എന്ന് വെച്ചാൽ അന്ന് ഈ ലോകത്ത് പല രാജ്യങ്ങളും ഇത് നടപ്പാക്കാനായിട്ട് ആരംഭിക്കുന്നൊരു കാലഘട്ടത്തിൽ ഏതാണ്ട് 12ാമത്തെ സംസ്ഥാനമായിരുന്നു വേൾഡിൽ ഇന്ത്യ. ഈ IT 12ാമത്തെ രാജ്യമായിരുന്നു രാജ്യമായിരുന്നു ഇന്ത്യ ഈ ഡിജിറ്റൽ രംഗത്ത് ഇതുപോലെ സൈബർ കുറ്റകൃത്യങ്ങൾക്ക് വേണ്ടിയിട്ടൊരു സൈബർ നിയമം പാസ്സാക്കിയത്, IT ആക്ട്. പക്ഷേ അതിനുശേഷം 2008 ഒരു മറ്റേ ബോംബെ അറ്റാക്കിന് ശേഷം 2008 ഒരു ഭേദഗതി ഉണ്ടായി. അന്ന് പ്രത്യേകിച്ചും അന്ന് ഭേദഗതി കൊണ്ടുവന്നതിൻ്റെ പ്രധാന ഉദ്ദേശം എന്ന് പറഞ്ഞത് ഈ ബോംബെ അറ്റാക്കിനകത്ത് ഈ ടെററിസ്റ്റുകൾ വിദേശത്ത് നിന്നിട്ട് ഇവിടെ അറ്റാക്ക് റിമോട്ട്ലി ഓപ്പറേറ്റ് ചെയ്തു. അപ്പം നമുക്ക് സൈബർ ടെററിസം അഡ്രസ്സ് ചെയ്യാനൊരു മെക്കാനിസം ഇല്ലാത്തതുകൊണ്ട് ആ ഒരു ജീവപര്യന്ത ശിക്ഷ കിട്ടാവുന്ന ഒരു സെക്ഷനോട് കൂടി 66F എന്ന് പറഞ്ഞ സൈബർ ടെററിസം ഉൾപ്പെടുത്തി 2008 ഒരു ഭേദഗതി. അതിനുശേഷം ഇതുവരെ നമുക്കൊരു ഭേദഗതി കൊണ്ടുവരാൻ പറ്റിയിട്ടില്ല, അല്ലെങ്കിൽ പുതിയ നിയമം കൊണ്ടുവരാൻ പറ്റില്ല. ഇപ്പം സെൻട്രൽ ഗവൺമെൻറ് അതിൻ്റെ പഠനത്തിലാണ്. ഒരു ഡ്രാഫ്റ്റ് ബില്ലൊക്കെ ഇപ്പം സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അത് ഡിജിറ്റൽ ഇന്ത്യ ആക്ട് എന്നുള്ള പേരിൽ DIA എന്നുള്ള നിലവിലേക്ക് പുതുതായിട്ട് ഇപ്പോഴത്തെ IT ആക്ടിനെ ഇൻകോർപ്പറേറ്റ് ചെയ്തുകൊണ്ട് വരാൻ വേണ്ടിയിട്ടുള്ള ഒരു ശ്രമം തുടങ്ങിയിട്ടുണ്ട്. തീർച്ചയായിട്ടും അത് വളരെ മുമ്പേ തുടങ്ങേണ്ടത് മാത്രമല്ല ഇതിനകത്ത് നമ്മുടെ ഇത്തരം നിയമത്തിൽ എനിക്ക് തോന്നുന്നത് ഇപ്പോഴത്തെ അനുസരിച്ച് എല്ലാ വർഷമെങ്കിലും ഇതിനൊരു ചേഞ്ചസ് വരുത്തിക്കൊണ്ടിരിക്കുകയാണ്. കാരണം പുതിയ ടെക്നോളജി വരുന്നത്. ഇപ്പം AI ഇപ്പം നമുക്കൊരു 3 കൊല്ലം പുറകോട്ട് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് AIയിൽ വലിയ ഇഷ്യൂസ് ഇല്ല. പക്ഷേ ഇപ്പോൾ AI വന്നു. അപ്പോൾ AIയിൽ ഒരു കേസ് വന്നാൽ എന്ത് ചെയ്യണം, അല്ലെങ്കിൽ അന്നേരത്തെ അതിനെ സംബന്ധിച്ചിട്ടുള്ള പല കാര്യങ്ങൾക്കകത്തും നിയമത്തിൽ പറഞ്ഞിട്ടുണ്ടാവത്തില്ല. അപ്പോൾ ആ കാര്യങ്ങൾ, അങ്ങനത്തെ കാര്യങ്ങൾ ഇൻകോർപ്പറേറ്റ് ചെയ്യുന്ന രീതിയിൽ, ഇതിനെ അമെൻഡ് ചെയ്യാവുന്ന രീതിയിൽ നിയമം മാറ്റിക്കൊണ്ട് വരണം. ഡിജിറ്റൽ അല്ലെങ്കിൽ നമ്മുടെ IT നിയമങ്ങൾ ഈ ടെക്നോളജി മാറുന്നതനുസരിച്ച് അവർ അപ്ഡേറ്റഡ് ആയതുകൊണ്ട് ഇടയ്ക്ക് ഒരു മേജർ നിയമം നമ്മൾ കൊണ്ടുവന്നു. പക്ഷേ ഇപ്പോഴും അത് ഫുള്ളിൽ പ്രാബല്യത്തിൽ വന്നിട്ടില്ല. DPDP ആക്ട് എന്ന് പറഞ്ഞിട്ട് ഡിജിറ്റൽ പേഴ്സണൽ ഡാറ്റ പ്രൊട്ടക്ഷൻ ആക്ട് എന്ന് പറഞ്ഞിട്ട് നമ്മൾ 2023 പാസ്സാക്കി. 2024 അതിൻ്റെ ഇതൊക്കെ ബില്ലൊക്കെ കൊണ്ടുവന്ന് പാസ്സാക്കി. ഇവൻ ഈ റൂൾസ് ഇപ്പോഴും ഫ്രെയിം ചെയ്തുകൊണ്ടിരിക്കുന്നതേ ഉള്ളൂ. അപ്പോൾ അതും നമ്മളുടെ ഒരു റൈറ്റ് ടു ഓൺലൈൻ പ്രൈവസി എന്നത് ഫണ്ടമെൻ്റൽ റൈറ്റ് ആണെന്ന് ബഹുമാനപ്പെട്ട സുപ്രീം കോടതി പറഞ്ഞതിൻ്റെ ഭാഗമായിട്ട് വന്നൊരു നിയമം കൂടിയാണ്. അപ്പോൾ എന്തായാലും ഈ നിയമങ്ങൾ കുറേ കാര്യങ്ങൾ ഇപ്പം നമുക്ക് പല കാര്യങ്ങളും ഇപ്പം ഡിജിറ്റൽ ഇടങ്ങളിലുണ്ടാകുന്ന പല കാര്യങ്ങൾക്കും നമുക്ക് അഡ്രസ്സ് ചെയ്യാനായിട്ട് നിയമത്തിൻ്റെ മുൻപിൽ പലപ്പോഴും പറ്റുന്നില്ല. അപ്പോൾ അത് നമുക്ക് പരിഹരിച്ചു കൊണ്ട് വേണം മുന്നോട്ട് പോകാൻ. ഇപ്പോൾ നേരത്തെ കുട്ടികൾ ഇങ്ങനെ നമ്മൾ സംരക്ഷിക്കണം എന്നുള്ള കാര്യമൊക്കെ പറഞ്ഞു. ഈ മാതാപിതാക്കൾ എന്താണ് ചെയ്യേണ്ടത്? ഇവരെ മോണിറ്റർ എപ്പോഴും ഫുൾ ടൈം മോണിറ്റർ ചെയ്യാൻ പറ്റില്ല? ഇല്ല, ഒരിക്കലും ഇല്ല. അവിടെ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ നമുക്ക് ഒരു വീടുകളിലൊക്കെ ആണെങ്കിലും കുട്ടികളുടെ അടുത്തൊക്കെ ഒരു തുറന്ന സംഭാഷണം ഉണ്ടാകത്തില്ല. അപ്പോൾ കുട്ടികളോട് ചെറുപ്രായത്തിൽ മുതലേ അവർക്ക് ഉപയോഗിക്കാൻ കൊടുക്കുക. അപ്പോൾ അവിടെ ഇത് പറഞ്ഞ് മനസ്സിലാക്കുക, ഇതിനകത്ത് ഇന്ന പ്രശ്നങ്ങളുണ്ടാവും, ഇന്ന തരത്തിലുള്ള കുഴപ്പങ്ങളുണ്ടാവാം. സ്ട്രേഞ്ചറുമായിട്ട് നമ്മൾ സംസാരിക്കുമ്പോഴത്തേക്കും വ്യക്തിപരമായിട്ടുള്ള വിവരങ്ങൾ കൊടുക്കുന്നത് സൂക്ഷിക്കണം. നിങ്ങളുടെ ഫോട്ടോയും ഗെയിമിംഗ് പ്ലാറ്റ്ഫോമിലൊക്കെയാണ്. അപ്പം നമ്മൾ ഗെയിമിങ്ങിലാണെങ്കിലും സ്ട്രേഞ്ചറുടെ കൂടെ ഗെയിം കളിക്കുമ്പോഴത്തേക്കും മറ്റു കാര്യങ്ങൾ ചോദിച്ചാൽ വ്യക്തിപരമായ വിവരങ്ങളോ ഫോട്ടോകളോ ഷെയർ ചെയ്യുമ്പോഴോ അല്ലെങ്കിൽ പാസ്വേഡുകൾ ഷെയർ ചെയ്യുമ്പോഴോ വീട്ടുകാരുടെ വിവരങ്ങൾ ഷെയർ ചെയ്യുകയോ ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യുന്നതിനെ സംബന്ധിച്ച് പറഞ്ഞവർക്ക് ഒരു തുറന്ന സംഭാഷണത്തിൽ കൂടെ വീട്ടിൽ ഒരു ദിവസം ഒരു സമയമെങ്കിലും സംസാരിച്ച് ഇത്തരം കാര്യങ്ങളെപ്പറ്റി അവർക്ക് മനസ്സിലാക്കി കൊടുക്കുക. അപ്പം നമ്മൾ കുട്ടികളോട് അങ്ങനെ പറഞ്ഞു കൊടുത്താൽ, രക്ഷിതാക്കൾ പറഞ്ഞു കൊടുത്താൽ തീർച്ചയായിട്ടും അവരുടെ മനസ്സിലിരിക്കും. അപ്പോൾ ഒരു സ്ട്രേഞ്ചർ വന്ന് ചോദിച്ചാൽ അവർ വന്ന് തിരിച്ച് നമ്മളോട് പറയും, ഇങ്ങനെ ഒരു കാര്യം ചോദിച്ചു, ഞാൻ ചിലപ്പോൾ കൊടുത്തെന്ന് പറയും, അല്ല കൊടുത്തില്ല. അപ്പം നമുക്ക് അറിയാൻ പറ്റും. അതേസമയം നമ്മൾ കുട്ടികളോട് ഇത് പറയാതിരിക്കുകയും കുട്ടികൾ എന്തെങ്കിലും കാണിക്കുന്ന ഫോൺ ഉപയോഗിക്കുന്നത് കണ്ട് നമ്മൾ ചെല്ലുന്ന സമയത്തെല്ലാം വഴക്ക് പറയുക, അടച്ചു വെച്ചിട്ട് പോകുമെന്ന് പറയുമെന്ന് ഓർത്തു. അപ്പോൾ എന്താ പറ്റുന്നത്, ഈ കുട്ടികൾ നമ്മളെ കാണുമ്പോൾ ഒരു പേടിയോട് കൂടി ഇത്തരം കാര്യങ്ങൾ ഒളിച്ച് വെച്ച് കവർ ചെയ്ത് മുന്നോട്ട് പോകും. അപ്പോൾ അവരോട് ഇത് തുടക്കം നമ്മൾ അറിയാണ്ട് കുട്ടികൾ ഇതിനകത്ത് ചെന്ന് പെട്ടുപോകും. അവർക്കൊരു സംഭവം ഉണ്ടായാൽ പോലും സൈബർ ബുള്ളിങ്ങോ അതുപോലെയുള്ള സൈബർ ഗ്രൂമിങ്ങോ പോലെയുള്ള സംഭവങ്ങൾ ഉണ്ടായാൽ പോലും കുട്ടികൾ വന്ന് നമ്മളോട് പറയൂല. ഇവരെ നമ്മൾ ഗ്രൂമിയായിട്ടൊക്കെ തിരിച്ചറിയാനും പഠിക്കണം രക്ഷിതാക്കൾ. അതായത് കുട്ടികൾക്ക് ഇങ്ങനെ ഒരു സൈബർ ഇടത്തിൽ എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ രക്ഷിതാക്കളും അധ്യാപകരുമായിരിക്കും പെട്ടെന്ന് തിരിച്ചറിയുന്നത്. അതായത് ഇപ്പം നന്നായിട്ട് പഠിച്ചുകൊണ്ടിരുന്ന കുട്ടി പഠിത്തത്തിൽ പുറകോട്ട് പോകുന്നു, ഏറ്റവും കൂടുതൽ ടോക്കറ്റീവായിട്ട് നടന്ന കുട്ടി സംസാരം കുറഞ്ഞ് ഗ്ലൂമിയായിട്ട് മാറി നിൽക്കുന്നു, ഭക്ഷണം നന്നായിട്ട് കഴിച്ചുകൊണ്ടിരുന്ന കുട്ടി ഭക്ഷണം കഴിക്കാൻ കുറയുന്നു, ഉറക്കം മാറ്റിയിട്ട് ഉറക്കത്തിൽ നിന്ന് മാറി തിരിച്ച് ഉറക്കമില്ലാഴിക വരുന്നു, പിന്നെ ഏതിന് പേടി വരുന്നു, ആളുകളെ കാണുമ്പം വീട്ടിൽ നിന്ന് പുറത്തിറങ്ങാതെ വരുന്നു, സ്കൂളിൽ പോകാൻ മടി കാണിക്കുന്നു,
പിന്നെ ഫോണിനെയും ഗാഡ്ജറ്റ്സുകളെയും ചിലപ്പോൾ മാറ്റി വെക്കുന്നു, അല്ലെങ്കിൽ അതിനെ കൂടുതൽ ചേർത്ത് മറ്റേ നമ്മളെ കാണാതെ ഒളിപ്പിച്ച് വയ്ക്കുന്നു. ഇങ്ങനെ കുറേ സിംറ്റംസ് നമുക്ക് ശ്രദ്ധയിൽ വരും. അത് പേരൻസ് കുട്ടികളെ മനസ്സിലാക്കി അത് ഇൻട്രാക്ഷൻ ഉണ്ടെന്നുണ്ടെങ്കിൽ എന്താണെന്ന് വെച്ചാൽ പെട്ടെന്ന് ഇത് തുറന്ന് പറയും. പിന്നെ ഇപ്പോൾ കുറേ കാര്യങ്ങൾ നമുക്ക് പേരൻ്റൽ കൺട്രോൾ സോഫ്റ്റ്വെയറുകളുണ്ട് ഇപ്പം, കുട്ടികൾ എന്തൊക്കെ ചെയ്യുന്നത്. പക്ഷേ അതൊരു നമ്മളെ ഒരു നിരീക്ഷണത്തിന് ഭാഗമാക്കുന്നതിനോട് എനിക്ക് വലിയ ഇതില്ല. പക്ഷേ അവരെ നിരീക്ഷണമല്ല, എന്നാൽ അവരുടെ കാര്യങ്ങളിൽ നമുക്കൊരു തിരിച്ചറിവിന് വേണ്ടിയിട്ട് നമുക്ക് അത്തരം കാര്യങ്ങൾ ചെറിയ കുട്ടികൾക്കൊക്കെ പേരൻ്റൽ കൺട്രോൾ സോഫ്റ്റ്വെയർ അവർ എന്തെങ്കിലും ലൊക്കേഷനോ നമ്മൾ അവിടെ പോകുമ്പോൾ തിരിച്ചറിയാനോ അങ്ങനെയൊക്കെ ആയിട്ട് കാര്യങ്ങൾ ഉപയോഗിക്കാം. അതുപോലെ തന്നെ അവർ ഏത് സോഫ്റ്റ്വെയർ എന്തെങ്കിലും തെറ്റായ സോഫ്റ്റ്വെയറുകളോ അല്ലെങ്കിൽ മറ്റ് ആപ്പുകളോ ഇൻസ്റ്റാൾ ചെയ്യുന്നുണ്ടെങ്കിൽ നമുക്കൊരു അലേർട്ട് കിട്ടും. അപ്പോൾ അത്തരം കാര്യങ്ങൾ നമ്മൾ ഉപയോഗിക്കുന്നതും ആണ്. അപ്പം കുട്ടികളും പേരൻസുമായിട്ടുള്ള ഒരു തുറന്ന സംഭാഷണം വേണം. കുട്ടികളെ നമ്മൾ എന്ത് മാറ്റങ്ങളോ തിരിച്ചറിയാനായിട്ട് പേരൻസും അധ്യാപകരും അറിയുകയും വേണം. അങ്ങനെ വേണം നമ്മൾ അവരുമായിട്ട് തുറന്ന സംഭാഷണത്തിലേക്ക് പോകണം. ഇനി സംഭവിച്ചാൽ പലപ്പോഴും സംഭവിക്കുന്നത് നമ്മളൊരു വിക്ടിമൈസ് ആകുമ്പോൾ നമ്മൾ ആദ്യമേ ചെന്ന് ഞാൻ അന്നേ പറഞ്ഞതല്ലേ മൊബൈൽ ഉപയോഗിക്കരുത്, അന്നേ പറഞ്ഞതല്ലേ സോഷ്യൽ മീഡിയ ഉപയോഗിക്കരുത്, ഫ്രണ്ട്സിനെ ആഡ് ചെയ്തുകൊണ്ടല്ലേ കുഴപ്പം, അതല്ല, കുട്ടികൾക്ക് അവർക്ക് തെറ്റുപറ്റാം എന്ന് തന്നെ കാണാം. നമ്മളാണ് മുതിർന്നവർ. അപ്പോൾ അവരെ നമ്മൾ അവരുടെ വീണ്ടും വിക്ടിമൈസ് ചെയ്യാതെ അവരോട് സ്നേഹത്തിൽ പറഞ്ഞ് മനസ്സിലാക്കിക്കൊണ്ട് വേണം പ്രൊട്ടക്റ്റ് ചെയ്യാൻ. ഏത് തരത്തിലുള്ള കുറ്റകൃത്യം വന്നാലും അവരെ നമ്മൾ നയിച്ചു കൊണ്ടുപോകാന്ന് പറഞ്ഞത് രക്ഷിതാക്കളുടെ ഉത്തരവാദിത്വമാണ്. കുറേ പുതിയ ഇൻസൈറ്റ്സ് ആയിരുന്നു സംസാരിച്ചത് മുഴുവൻ. വളരെ നന്ദി ഇത്ര നേരം നമ്മൾ സംബന്ധിച്ച്. ഓക്കെ, താങ്ക് യു സോ മച്ച്.